വെച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരുന്ന ഒരു ഡയറി ഇവിടെ എവിടെയോ ഈ കഥയിലോ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നാൽ ഉപകാരമായി. കസേര തന്നെ കാണാം, കസേര തന്നെ കാണാം. അതെ അതെ, അവിടെ കാണും, കസേര കാണും. ഇരിക്കുന്ന കസേരയെല്ലാം ഒന്ന് നോക്കിക്കളാം. ഡയറി ഉണ്ടോ? പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. നമ്മൾ ബാക്കിലിരിക്കുന്നവരും അടുത്തേക്ക് ഇരുന്നോളുക, അപ്പോൾ കേൾക്കാൻ പറ്റും. ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം എടുത്തു വരുന്നത്. അനേക രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ നാം കാണുകയില്ല. അതിലവസാനമായി മൃത്യു എന്ന ഒരു തലത്തിൽ പറഞ്ഞു വരികയായിരുന്നു. ഭാഷ്യകാരൻ ഇവിടെ മൃത്യുവിൻ്റെ വ്യാഖ്യാനം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിദ്യ കാമ കർമ്മ ലക്ഷണരൂപമായ മൃത്യു. എന്തുകൊണ്ടെന്നാൽ കാരണത്തിൻ്റെ രൂപത്തിൽ 3 ശബ്ദങ്ങളിൽ, അതായത് ബാലാഹ കാമാൻ അനുയന്തി, ഇവ കൊണ്ട് തന്നെ അവിദ്യ കാമം കർമ്മം വിശദമായി നാം കണ്ടു. അതിനാൽ അവിദ്യാ കാമകർമ്മരൂപീ കാരണത്താൽ അവിദ്യാ കാമകർമ്മരൂപീ മൃത്യു എപ്രകാരമാണ്? ഇവിടെ കാര്യവും കാരണവും ഒന്നാണ്. ഒന്ന് തന്നെ കാര്യവും കാരണവുമാകുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് വിശേഷണം വിതതസ്യ വിസ്തൃതസ്യ. സൂക്ഷ്മമായ അവിദ്യാ കാമകർമ്മങ്ങൾ കാരണമാണ്. അതുപോലെ സ്ഥൂലമായ അവിദ്യ
കാമകർമ്മങ്ങൾ കാര്യവുമാണ്. അവിദ്യാകാമകർമ്മങ്ങൾ സൂക്ഷ്മമായത് കാരണവും അവിദ്യാകാമകർമ്മങ്ങൾ സ്ഥൂലമായത് കാര്യവുമാണ്. അവിടെ ബാല എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ ബാലകരിൽ സൂക്ഷ്മരൂപത്തിൽ അവിദ്യാകാമകർമ്മങ്ങൾ കാര്യമാണ്. അപ്പോൾ വളരെ സൂക്ഷ്മരൂപത്തിൽ ആണ് അവിദ്യാകാമകർമ്മങ്ങൾ ബാല്യത്തിലിരിക്കുന്നത്, വാസനാരൂപത്തിലിരിക്കുന്നത്. വളരുമ്പോൾ അത് സ്ഥൂലരൂപത്തിലേക്ക് വരുന്നു. അത് നോക്കിയാൽ കാണാം, പഴയ തലമുറയിൽ ശ്രദ്ധയുണ്ടായിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ നിന്ന് കുട്ടികൾ ജനിക്കുമ്പോൾ അവിദ്യാകാമകർമ്മങ്ങൾ സൂക്ഷ്മരൂപത്തിൽ കുട്ടികളിൽ കുറവായിരുന്നു. അന്ന് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ പരിമിതങ്ങളായിരുന്നു. ഇന്ന് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ അപരിമിതങ്ങളാകൊണ്ട് സൂക്ഷ്മരൂപത്തിൽ അവരിലിരിക്കുന്ന ആഗ്രഹമാണ് കുഞ്ഞിൽ അതിസൂക്ഷ്മമായ വാസനയായി പോകുന്നത്. വളരുന്നതിനനുസരിച്ച് നോക്കിയിരിക്കുമ്പോൾ ആ കാമകർമ്മങ്ങളാണ് വളരുന്നത്, അവിദ്യാകാമകർമ്മങ്ങളാണ് വളരുന്നത്. അതിനെയാണ് നാം ഇന്ന് പുരോഗതി എന്ന് നാമകരണം ചെയ്യുന്നത്. പഴയ ആളുകൾ ശാന്തിയെയാണ് പുരോഗതി എന്ന് നാമകരണം ചെയ്യും. അത് നോക്കിയാൽ കാണാം, കുട്ടികളിൽ തന്നെ നോക്കിയാൽ കാണാം. അവിദ്യ എപ്പോൾ വിസ്തൃതമാകുന്നു അപ്പോഴാണ് മിഥ്യാജ്ഞാനരൂപി അവിദ്യ പ്രകടമാകുന്നത്. അനിത്യ അശുചി ദുഃഖാനാത്മസു നിത്യശുചി സുഖാത്മവ്യതിരവിദ്യ. അനിത്യത്തെ നിത്യമെന്ന് കരുതുക. അനിത്യമായ ശരീരം, അനിത്യമായ സൗന്ദര്യം, അനിത്യമായ സമ്പത്ത്, ആധുനിക ലോകത്ത് നോക്കുക, അനിത്യമായത് നിത്യമാണെന്ന് കരുതിയാണ് എല്ലാ പദ്ധതിയും. ഇതൊക്കെ പുസ്തകം നോക്കി പഠിപ്പിക്കുന്നവർ പോലും, ഞങ്ങളെപ്പോലുള്ളവർ പോലും, ഞങ്ങൾ പോലും പറയുമ്പോൾ ഓർത്തിരിക്കുകയും പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോവുകയും ചെയ്യുന്നതാണ് ഈ സത്യം. പ്രഭാഷണത്തിന് വരുന്നതിന് തൊട്ടു മുമ്പ് ഈ നരയൊക്കെ ഒന്ന് കറപ്പിച്ചതുകൊണ്ടാണ് ഇത് കറുത്തിരിക്കുന്നത്. കാരണം ഇത് അനിത്യമാണ് എന്ന ബോധം പഠിപ്പിക്കുന്ന എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അനിത്യമാണെന്ന് പഠിപ്പിക്കുന്ന ഞാൻ പോലും നിത്യമായി കാണുന്നതെല്ലാം ദൃഷ്ടനഷ്ടമായ ജഗത്തിനെയാണ്. ലോകം അങ്ങനെയാണ് വ്യവഹരിച്ചു പോരുന്നത്. അനിത്യമായ ജഗത്തിനെ നിത്യം എന്ന് കരുതുക. ജീവിതം മുഴുവൻ അതിനായിക്കൊണ്ട് പ്രയത്നിക്കുക. സ്വഭാവേന അനിത്യമായത് ദൃഷ്ടനഷ്ടമായത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുക. പണ്ഡിതന്മാരുടെ പോലും ഗതി ഇതാണ്. ഇതനിത്യമാണ്, ഇതിൻ്റെ സ്വഭാവമാണ് നാശം എന്നല്ല എടുക്കുന്നത്. നാശം സ്വഭാവമായത് നശിക്കരുതായിരുന്നു. സംഭവിക്കില്ല. ഞാൻ നിങ്ങൾ എന്നെ നോക്കി പഠിച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം എല്ലാം പറയുന്നത്.
വേറെ ആരെയും മനസ്സിൽ അപ്പോൾ ധ്യാനിക്കണ്ട. എന്നെ നോക്കി പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നോക്കിക്കൊള്ളുക. നമ്മൾ രണ്ടു കൂട്ടരുമായിട്ടേ സംവാദം ഉള്ളൂ. പുറത്തുള്ള ആരുടെ കാര്യവുമായും സംവാദം എടുക്കരുത്. എടുത്തു പോയാൽ നമ്മൾ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ മതിയാവും പഠനം. എന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഉദാഹരണമാക്കി എടുക്കാം, നിങ്ങളെ നിങ്ങൾക്ക് ഉദാഹരണമാക്കി എടുക്കാം. ഈ രണ്ടെണ്ണമേ ഉള്ളൂ. അസ്മത് യുഷ്മത്, രണ്ട് ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്ത് വേറൊന്നില്ല, പുറത്തൊരു ലോകവുമില്ല. ഞാനും നിങ്ങളും കൂടെ ചേർന്നിട്ട് അവൻ അങ്ങനെയാണെന്ന് പഠിച്ചാലൊന്നും പഠനം നടക്കുകയില്ല. അത് പരദൂഷണമേ ഉണ്ടാക്കൂ, ഒരിക്കലും നമുക്ക് മാറ്റം വരില്ല. അവനും അവളും അതും ആയും ഈയും ഒക്കെ എങ്ങനെയും ആയിക്കോട്ടെ, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, പെടേണ്ടതുമല്ല. നമ്മളെ മാത്രം ആസ്പദമാക്കി അനിത്യത്തെ നാം നിത്യമെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നത് കൊണ്ടാണ് ഈ ദുഃഖമെല്ലാം. ഈ ശരീരം അനിത്യമാണ്, ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. രസം, അതിനു വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അനിത്യമായ അതിന്മേൽ ചെയ്യുന്നതെല്ലാം പാഴ്വേലയായി വരുന്നു. ശരീരത്തെ സുന്ദരമാക്കുന്നത്, പവിത്രമാക്കുന്നത്, പാവനെ പവിത്രമാക്കുന്നത് നിത്യമായിരിക്കുന്ന ആത്മാവ് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധ സ്ഥൂല ശരീരത്തിൽ നിന്ന്, സ്ഥൂലേന്ദ്രിയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ ശക്തികളിൽ നിന്ന്, മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക് ശരണം പ്രാപിച്ച് പ്രാണനിലേക്ക് എത്തിയാൽ നിമിഷനേരം കൊണ്ട് രോഗങ്ങളും ആധികളും സങ്കീർണതകളും അനിത്യതയും എല്ലാം മാറും. രോഗികളിരുന്ന് കേൾക്കരുത്, രോഗികൾ ഈ ക്ലാസ് കേൾക്കരുത്, അവർക്കുള്ളതല്ല. നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് മേടിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ എൻ്റെ പണി പോകും. അവിടെ നിങ്ങളിത് കേൾക്കരുത് ദയവായി. നിങ്ങൾക്കുള്ളതല്ല, ഇത് ഈ ക്ലാസ് കേൾക്കാൻ വന്നവർക്കുള്ളതാണ്. സാറിനോട് പല പ്രാവശ്യം പറഞ്ഞു, രോഗികളുള്ള ദിവസം ഇത് വെക്കരുത്, അതിനാ തലേ ദിവസം വന്ന് രോഗികളെയൊക്കെ നോക്കി തീർക്കുന്നത്. രോഗികൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു നല്ല പണി പോയി കിട്ടും, ഉള്ള കാശും പോകും. അതുകൊണ്ട് നിങ്ങളിതൊക്കെ കേട്ട് പഠിച്ച് ആദിയും വ്യാധിയും ഒക്കെ പോയാൽ അത് വലിയ നഷ്ടമാണ്. അതിനിടയാകരുത്. സൈഡിലേക്ക് നോക്കിയത് രോഗികളിൽ കൊണ്ടുവന്ന. അതുകൊണ്ട് രോഗം വരാതിരിക്കുവാനും ഉള്ള രോഗം മാറുവാനും നിത്യ അനിത്യങ്ങളെ സ്പഷ്ടതയെ അറിയണം. അനിത്യമായതിനു വേണ്ടിയുള്ള പ്രയത്നം മാറ്റിയിട്ട് നിത്യമായതിനെ അറിയുക. അനേകം പേർ നാമരൂപങ്ങളായി അനിത്യമായി വന്നു പോയതാണ് ഈ സ്ഥലം. അനേകം ശരീരത്തോട് ചേർത്ത് വെച്ച്, മനസ്സിനോട് ചേർത്ത് വെച്ചാണ് അയാൾ ദുഷ്ടനായിരുന്നു, നല്ലവനായിരുന്നു എന്നെല്ലാം നാം പറയുന്നത്. എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് അവനെനിക്ക് ക്ലേശങ്ങളെ തന്നു എന്ന് പറയുന്നത്. പഴയകാല സ്ത്രീകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മക്കൾ എന്നെ ക്ലേശിപ്പിച്ചു, എൻ്റെ ഭർത്താവ് എന്നെ ക്ലേശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് അനിത്യമറിയാമായിരുന്നു, നിത്യമറിയാമായിരുന്നു. നിത്യമായതിൽ ഉറച്ചു നിന്നിരുന്നതുകൊണ്ട് ആവോളം ശരീരമുള്ള കാലത്തോളം അവർ
പ്രയത്നിച്ചു. ആരും പറഞ്ഞിട്ടല്ല. എല്ലാ ലൗകിക സുഖങ്ങളും കൃത്യമായി അനുഭവിച്ചു. ആത്മാനന്ദവും അനുഭവിച്ച് തിരുവഭവിച്ചു. അവർക്കൊരു കുട്ടിയുണ്ടാകാൻ ഡോക്ടറെ കാണേണ്ടി വന്നില്ല. ശരീരം ആരെക്കൊണ്ടെങ്കിലും പരിശോധിപ്പിക്കേണ്ടി വന്നില്ല. കാരണം അവരുടെ സങ്കല്പത്തിന് പ്രാധാന്യമുണ്ടായി. ഇന്നൊരു സ്ത്രീയെ 10-50 ഡോക്ടർമാരെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞിട്ടും കുട്ടിയുണ്ടാകാതെ അലയുന്നതാണ് കാണുന്നത്. Am I right? Am I right? അതൊക്കെ ആലോചിച്ച് നോക്കിക്കൊള്ളുക. കാരണങ്ങളും ആലോചിച്ചുകൊള്ളുക. അനിത്യമായതിലാണ് ഇന്ന് താല്പര്യം. അതുകൊണ്ട് ക്ലേശവും ദുഃഖവും ഒക്കെ ഫലമാണ്. അപ്പോൾ പഴയ ആളുകൾ അതുകൊണ്ട് പറയും, അയാൾ ദുഷ്ടനായിരുന്നു, ദുരഭിമാനിയായിരുന്നു, അതുകൊണ്ടാണ് അയാൾ ഈ ക്ലേശവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു തീർത്തത്. ചിലർ കുറച്ചുകൂടെ കിടന്നു, അതുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മരണമില്ലെന്ന് പോലും തോന്നും. ഉണ്ടായി മറയുന്നതാണ് ഈ ജഗത്ത്. ഒരുത്തൻ പറഞ്ഞു അവൻ മരിച്ചത് അതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഇയാൾക്ക് മരണമില്ലെന്ന് തോന്നും. പിന്നീട് ഒരു ദിവസം ഇയാളുടെ അനുയായി പറയും ഇയാളും മരിച്ചുപോയി. അതാണ് ഈ ജഗത്തിൻ്റെ രീതി. ഉണ്ടായി മറയുന്ന ഈ ജഗത്ത്, അതിൻ്റെ പരമ്പരയാണ് കാണുന്നത്. ഇതാണ് അജ്ഞാനത്തിൻ്റെ വിസ്തൃതി. വിതതം, വിസ്തൃതം എന്നൊക്കെ പറയുന്നത് അതാണ്. തന്നെ നിത്യമെന്ന് വിചാരിച്ച് മറ്റുള്ളവരെയെല്ലാം വിനാശിയാണെന്ന് കാണുക. അഹന്യഹനിഭൂ താനി ഗച്ഛന്തി യമസാദനം ശേഷാസ്ഥിരത്വമിച്ഛന്തി കിമാശ്ചര്യമതപരം. പലരും പറയും അയാൾ ഞങ്ങൾക്ക് എത്ര ക്ലേശമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അയാൾ മരിച്ചു. എന്നാൽ ഉത്തരം അതല്ല. അദ്ദേഹത്തിൻ്റെ സമയം വന്നു, അതുകൊണ്ട് അദ്ദേഹം മരിച്ചു. പ്രാരബ്ധം പൂർണ്ണമായി, ആരബ്ധ കർമ്മങ്ങൾ അവസാനിച്ചു. അപ്പോഴാണ് പോകുന്നത്. ആരബ്ധ കർമ്മങ്ങളിൽ മറ്റാളുകളൊന്നുമില്ല. കുറേ പേർക്ക് ക്ലേശമുണ്ടാവും, കുറേ പേർക്ക് സന്തോഷമുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ആരബ്ധ കർമ്മങ്ങളുടെ പരമ്പരയാണ് ഉണ്ടാകുന്നത്. ഓരോ വ്യക്തിയുടെയും ആരബ്ധ കർമ്മങ്ങൾ ഓരോ നിലയിലാണ്. പ്രാരബ്ധം പൂർണ്ണമാകുമ്പോൾ നല്ലവനായാലും ദുഷ്ടനായാലും പോയേ മതിയാവും. ബാലകർ ഇതറിയുന്നില്ല. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. ബാലകർ എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ. അറിയാവുന്നവർക്ക് ഇതറിയാം. അത് അവരുടെ അജ്ഞാനത്തിൻ്റെ വിസ്തൃതി കൊണ്ടാണ്. എന്നാൽ വലിയ ബാലന്മാരുടെ അജ്ഞാനം അതിലേറെ വിസ്തൃതമാണ്. പ്രായം ചെന്ന അജ്ഞാനികളുടെ അശുചിയെ ശുചിയെന്ന് വിചാരിക്കുന്നതും അവിദ്യയാണ്. ശരീരത്തിന് ഉദാഹരണവും അതാണ്. ഈ ശരീരത്തിന് ആവശ്യത്തിലധികം മഹത്വം കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കുലീനനാണ്, ഞാൻ പവിത്രനാണ്,
വലിയ കുലത്തിലുണ്ടായി. വലിയ കുലത്തിലായാലും ചെറിയ കുലത്തിലായാലും ശരീരം ശരീരമാണ്. ശരീരത്തിൻ്റെ നിലയിൽ വ്യതിയാനമൊന്നുമില്ല. സ്യാനാത് ബീജാപദുഷ്ടം നിഷ്യന്താൻ നിധനാദപി കായമാധേയ ശൗചത്വാത് പണ്ഡിതാ അശുചിം വിദുഹു. കുലീനത ശരീരത്തെക്കുറിച്ചല്ല, സംസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചമാണ്. അതിലും അജ്ഞാനമുണ്ട്, കുറച്ചുകൂടെ മെച്ചമാണ്, നന്നാണ്. എൻ്റെ പൂർവികർ കള്ളം പറഞ്ഞിരുന്നില്ല. സത്യത്തിനു വേണ്ടി അവർ പ്രാണനെ വരെ ത്യജിക്കുവാൻ തയ്യാറായവരായിരുന്നു. ഇങ്ങനെയൊക്കെ അറിയുന്നത് കുറച്ചുകൂടി മെച്ചമാണ്. എന്നാൽ ശരീരത്തിൻ്റെ മഹിമാവിൽ ഗർവിയാകുന്നതെല്ലാം നിരർത്ഥകമാണ്. ശരീരം എല്ലാവരുടെയും മാംസമയമാണ്. അതിൻ്റെ ശുചിത്വം സ്വതവേയല്ല, പ്രകൃത്യാ അത് ശുചിയല്ല. ആത്മാവുമായി ചേർന്ന് മാത്രമാണ് അത് ശുചിയാകുന്നത്. വിഭക്താനി കേശാനി സൃഗാദ്യ നിയസ്മാത് അപൂത നിയദ്യോഗകാലേതു ശുചീനി തമാത്മാനമേകം വിശുദ്ധ സ്വഭാവം വയം മന്മഹേ പാവനം പാവനാനാം. മുടി അത് തലയിലിരിക്കുമ്പോഴൊക്കെ നല്ലതാണ് ഭംഗിയായി ചെയ്യാനൊക്കെ. അത് ചോറിനകത്ത് വന്ന് വീണാൽ ആ മുടിയെ പവിത്രമെന്ന് കരുതുമോ? കഴിഞ്ഞ ആഴ്ച പോയി കറണ്ടുമൊക്കെ പിടിപ്പിച്ച് വളച്ച് തിരിച്ചു വെച്ച മുടിയാണ്. വീട്ടിൽ അതിഥിയായി വന്നവരൊക്കെ പെണ്ണുമ്പിള്ളയുടെ തലയിലൊക്കെ നോക്കി ഇതെവിടെയാണ് കൊണ്ടുപോയി വളച്ചത്, ഇതിനെത്ര രൂപയായി എന്നൊക്കെ ചോദിച്ച് ഭംഗിയായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ സാധനം അവർക്ക് വിളമ്പിയ കഞ്ഞിക്കകത്ത് കിടന്നാൽ ഈ സ്വഭാവം ഉണ്ടാവുമോ? ഇതേ പ്രതികരണമായിരിക്കുമോ? ശരീരത്തിൽ രക്തം കുറഞ്ഞാൽ, രക്തം കൂടിയാലൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും രക്തം ശരീരത്തിലിരിക്കുമ്പോൾ നന്നായിരിക്കുകയൊക്കെ ചെയ്യും. ആ രക്തം ഒരിടത്ത് തൂളി വീണാൽ രക്തത്തോടുള്ള സമീപനം ഇതായിരിക്കുമോ? രക്തം തറയിൽ കണ്ടാൽ ആ സന്തോഷം ഉണ്ടാകുമോ? ഭയമുണ്ടാകുമോ? വഴിയിൽ അപകടത്തിൽ വീണ രക്തം, ജന്തുക്കളെ കൊന്നുകിട്ടിയ രക്തം, ഇതൊക്കെ വരുമ്പോൾ ഭയമാണ് ഉണ്ടാകുന്നത്. ശരീരത്തെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം ഇതാണ് നില. സംയോഗം കൊണ്ട് എപ്പോൾ വരെ ശരീരത്തിൽ ആത്മസംയോഗമുണ്ടോ അതുവരെ ശരീരം സുന്ദരവും ശുചിയുമാണ്. ആത്മസംയോഗം പോയാൽ ശരീരം പിന്നെ സുന്ദരവുമല്ല ശുചിയുമല്ല. പോയ ആളിനെ ഓർത്ത് നിലവിളിക്കും, ഭാര്യയും പിള്ളേരുടെ നെഞ്ചത്തലയ്ക്കും. അതിനെ എടുത്തുകൊണ്ട് പോയി ദഹിപ്പിക്കാനായിട്ടോ കുഴിച്ചു മൂടാനായിട്ടോ കൊണ്ടുപോകാനായിട്ട് മഞ്ചലുമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പിന്നെയും ഒരു നിലവിളിക്കും, പോവാണോ എന്നൊക്കെ ചോദിച്ച്. ആ വന്ന ആളുകളിലെ സമർത്ഥനായ ഒരുത്തൻ ഇതാ തിണ്ണെ വെച്ചിട്ട് കൊണ്ടുപോകുന്നില്ല, ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് നടന്നാൽ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ? ഈ കരഞ്ഞവരൊക്കെ തന്നെ പറയും, ഒന്ന് ഇത് മറവ് ചെയ്ത് തരണേന്ന് പറയും. അപ്പം ആ നിലവിളിക്കുന്നതൊരു ചടങ്ങാണ്. അത് കണ്ട് തീരുമാനിക്കണ്ട, ആ ചടങ്ങ് കൊണ്ട് ഒരു തീരുമാനത്തിലെത്തണ്ട. കാരണം ആത്മസംയോഗമുള്ളപ്പോൾ മാത്രമാണ് ശരീരം ശുചിയായിരിക്കുന്നത്. ആത്മസംയോഗം വിട്ടാൽ ശരീരം 24 മണിക്കൂർ പോലും ഇരിക്കില്ല, അഴുകാൻ തുടങ്ങും.
കേടാകാൻ തുടങ്ങും. ഓരോ നിമിഷം കഴിയും തോറും മാറും. രാത്രി 12 മണിക്ക് ഒരമ്മ പറഞ്ഞതാണ്, രാത്രി 12 മണിക്ക് അവരുടെ ഭർത്താവ് കട്ടിലിൽ അവരോടൊപ്പം കിടക്കുന്നതിനിടയിൽ മരിച്ചുപോയി. പരിചയമുള്ളവരെ ഒന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, പിള്ളേർ കൂടെ ഇല്ല. രാത്രിയുടെ ഓരോ നിമിഷം കഴിയും തോറും അവർ ഭയന്ന് വിറച്ചു എന്നാണ് പറഞ്ഞു. നേരം വെളുത്ത് വേലക്കാർ വന്ന് അയൽവക്കംകാരെയൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞു മാത്രമാണ് ഭയം നിലച്ചതെന്നാണ്. സ്വന്തം ഭർത്താവ് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഈ ശരീരത്തോടായിരുന്നു മമത മുഴുവൻ. ആ ശരീരമായി ഭയം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിലും മറ്റുമുള്ള ഈ തോന്നലുകളെല്ലാം കേവലം ഭ്രാന്തി മാത്രമാണ്. ഇതും അവിദ്യയുടെ വിസ്താരമാണ്. അപ്പോൾ അനിത്യമായതിനെ നിത്യമെന്ന് വിചാരിക്കുക, സുഖം ദുഃഖത്തെ സുഖമെന്ന് വിചാരിക്കുക, അതും ഭ്രാന്തിയാണ്, അവിദ്യയുടെ വിസ്താരമാണ്. സംസാരം ദുഃഖരൂപമാണ്, അതിൽ സുഖമുണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രപഞ്ചം ദുഃഖരൂപമാണെന്നറിയേണ്ടതിനു പകരം സുഖരൂപമാണെന്നറിയുക, അതിൻ്റെ പിന്നാലെ ഓടുക. ഓരോ ഓട്ടത്തിലും ദുഃഖം അനുഭവിക്കുക. ബുദ്ധിമാനായവന് സംസാരം ദുഃഖമാണെന്ന് ആദ്യമേ മനസ്സിലാവും. അതുകൊണ്ട് അതിനെ അന്വേഷിച്ചു പോവില്ല. പൂർവകർമ്മവും വാസനയും പ്രകാരം ആരബ്ധമായ ദുഃഖങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിക്കോളും, ചെന്നു മേടിക്കണ്ട. എവിടെ ഇരുന്നാലും ആരബ്ധകർമ്മങ്ങൾ അയാളെ തേടി വരും. ഏത് രാജ്യം വിട്ടാലും വരും. ആ ദുഃഖം അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. ചെന്നന്വേഷിച്ച് സുഖമാണെന്നോർത്ത് ഓടി അനുഭവിക്കണ്ട. വരാനുള്ളതൊന്നും വഴി തങ്ങൂല, ഇങ്ങോട്ട് വരും. തനിക്കുള്ളതൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് ഇരിക്കെ ഒന്നിനെ കണ്ടെത്തി അതിൻ്റെ പുറകെ ഓടി ആ പ്രപഞ്ചത്തിൻ്റെ പുറകെ സഞ്ചരിച്ച് അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖിച്ച്, കിട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല. കിട്ടാതിരുന്നപ്പോഴും ദുഃഖമാണ്, കിട്ടിക്കഴിഞ്ഞും ദുഃഖമാണെങ്കിൽ ഓടിച്ചെന്ന് അന്വേഷിച്ച് പിടിച്ച് മേടിച്ച് ദുഃഖിക്കണ്ട. ഇതാണ് വിവരമുള്ളവരുടെ രീതി. പക്ഷെ സാധാരണ ജനങ്ങൾ ദുഃഖം സുഖമാണെന്നോർത്തോടുക. അച്ഛൻ്റെ ജീവിതവും അമ്മയുടെ ജീവിതവും അപ്പൂപ്പൻ്റെ ജീവിതവും ഒക്കെ കണ്ടു വളരുമ്പോൾ അവിടെ സുഖമുണ്ടോ ഇല്ലയോ എന്ന് അവർ നിത്യവും പറയുന്നതും അവർ നിത്യവും കാട്ടിക്കൂട്ടുന്നതും അവർ നിത്യവും കരയുന്നതും കണ്ട് മനസ്സിലാക്കാം. അന്യൻ്റെ അബദ്ധങ്ങളും അന്യൻ്റെ ദുഃഖങ്ങളും കണ്ട് ബുദ്ധിമാൻ സ്വയം ദുഃഖിക്കാതെ ജീവിക്കും. അന്യൻ ദുഃഖിക്കുന്ന കാരണങ്ങൾ കണ്ടിട്ടും അവ എന്നെ ദുഃഖിപ്പിക്കുകയില്ല എന്നോർത്ത് മണ്ടൻ അതേ വഴി തന്നെ സഞ്ചരിക്കും. ഇതാണ് മണ്ടനും ബുദ്ധിമാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ജീവിതം ദുഃഖ സമുദയമാണ് എന്ന് എവിടെ നോക്കിയാലും കാണാം. കാരണം പ്രപഞ്ചം ദുഃഖരൂപമാണ്. അന്വേഷിച്ച് പിടിച്ച് ചെന്ന് വാങ്ങണ്ട എന്ന് വിചാരിച്ച് ദുഃഖം പോകുന്നേരിക്കണ്ട. എവിടെ പോയാലും വരുന്ന കുറേയുണ്ട് നമ്മുടെ പ്രാരബ്ധം, ആരബ്ധം. അത് സന്തുഷ്ടമായി നേരിടുക. അതിനെ ഒരു വഴിക്കും തടയാനാവില്ല. ആരബ്ധമാണ്.
നമ്മൾ ചെന്നു വാങ്ങിച്ചതല്ല, വന്ന് കയറിയതാണ്. കളയണ്ട. ഇതാണ് അവർ സമീപിക്കുന്ന രീതി. അതുകൊണ്ട് സുഖം ആണെന്നോർത്താണ് ദുഃഖത്തിൻ്റെ പുറകെ പോകുന്നത്. അവിടെ ശരീരേന്ദ്രിയാദികളെല്ലാം ദുഃഖതരമാണ്. സംസാരം ദുഃഖരൂപമാണ്. ശരീരേന്ദ്രാദികൾ മുഴുവൻ ഏതാണ്ട് 21 തരം ദുഃഖങ്ങളാണ് പറയുന്നത്. പുരുഷാപരാധം, സർവജ്ഞാത്മമുനി അദ്ദേഹം അതിനെ വിളിക്കുന്നത് പുരുഷാപരാധമെന്നാണ്. അതിനെ സുഖാത്മകമെന്ന് നനച്ചു. ഗുർവീ പ്രസവവേദനാം എന്ന് പറയുന്നു. പുത്രമുഖം ദർശിക്കുന്നതോടെ ആ ദുഃഖം സുഖരൂപമാകുമെന്ന് ധാരണ. ദുഃഖത്തെ സുഖരൂപമെന്നറിയുന്നത് അവിദ്യയുടെ വിധാനമാണ്. അനാത്മാവിനെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നത് സുപ്രസിദ്ധമാണ്. മൂന്നാമത് പ്രാണങ്ങളെ ആത്മാവെന്ന് ധരിക്കുന്നു. പിന്നെ നാലാമത് മനസ്സിനെ, അഞ്ചാമത് ബുദ്ധിയെ. ദേഹം പ്രാണമവീന്ദ്രിയാണ്യഭിസതഥ ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലന്ധ ജഡോപമ എന്നിങ്ങനെ ആചാര്യശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. ഇവ നാലും മുഖ്യരൂപത്തിൽ അവിദ്യാവിധാനമാണ്. അതാണ് മൃത്യു. തേ മൃത്യോർയാന്തി വിതതസ്യ. ദുഃഖത്തിൻ്റെ വിധാനം മൃത്യു തന്നെയാണ്. അജ്ഞാനികളുടെ കാമം പ്രഥമത സൂക്ഷ്മമാണ്, അതിസൂക്ഷ്മമാണ് കാമം. പുറത്തേക്കൊന്നും കാണൂല. അജ്ഞാനം വികസിക്കുന്നതനുസരിച്ച് കാമം വികസിക്കും. ഇവിടെയാണ് നിങ്ങളൊക്കെ പലപ്പോഴും കൂപ്പുകുത്തി വീഴുവാൻ ഇടയാകുന്നത്. അജ്ഞാനികൾ കൂട്ടുകൂടുമ്പോൾ രണ്ടുപേരുടെയും കാമം മാറ്റിവെക്കുന്നത് കൊണ്ടാണ് കൂട്ടുകെട്ടുണ്ടാകുന്നത്. അപ്പം കാമം സൂക്ഷ്മമായി അവിടെ കിടക്കും. പലതരം ആഗ്രഹങ്ങളെ സൂക്ഷ്മമായി നിലനിർത്തിയിട്ടാണ് ചേർച്ചയുണ്ടാകുന്നത്. ചേരാൻ പ്രേരണ ചെലുത്തുന്നത് ഗൂഢമായി ഉള്ളിലെ കാമമാണ്. പാശ്ചാത്യൻ അറിയാതെ പോയത് ഈ സത്യമാണ്. പാശ്ചാത്യൻ അതുകൊണ്ട് സംഘടിത ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. ഇന്ത്യയിൽ അത് നടപ്പായിരുന്നില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസം അതിൻ്റെ പ്രാചീന രീതിയിൽ നിന്ന് മാറിയപ്പോൾ അജ്ഞാനം സൂക്ഷ്മമാവുകയും അതുകൊണ്ട് കൂട്ടുകെട്ടുണ്ടാവുകയും ചെയ്തു. ഇന്ന് കൂട്ടുകെട്ടിൻ്റെ കാലമാണ്. നിങ്ങൾ ആര് ചേരുമ്പോഴും മറ്റേ ആളെക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നേടിയെടുക്കാവുന്ന കുറേ കാമങ്ങൾ സൂക്ഷ്മമായി മനസ്സിലുണ്ട്. പഴയ കാലത്ത് ഗുരുശിഷ്യ പാരസ്പര്യത്തിന് ഈ കാമമില്ല. കേവലമായി പഠിക്കാനാണ് ചെല്ലുന്നത്. ഇതങ്ങനെയല്ല. പഠിക്കുന്നതിൽ താല്പര്യമുണ്ടാവില്ല, ഈ കാമത്തിൽ താല്പര്യമുണ്ടാവും. വലിയ സ്വപ്നങ്ങളുടെ ഒരു ലോകം സൂക്ഷ്മമായി എല്ലാ രംഗത്തും സൂക്ഷിച്ചു വയ്ക്കും. അത് ഓരോന്നോരോന്നായി ഉണരാൻ തുടങ്ങുമ്പോൾ പ്രാതിയോഗികമായി മറ്റേയാളിൽ നിന്നും ഉണരും. അവ പരസ്പര വിരുദ്ധമാകുമ്പോൾ തെറ്റും.
സ്ഥാപനങ്ങളിലൊക്കെ ഈ തെറ്റലാകണം. എൻ്റെ കാരണം ഇതാ, കുടുംബങ്ങളിലൊക്കെ ഈ തെറ്റലാകണം. ചേർച്ചയുടെ സമയത്ത് കാമം സൂക്ഷ്മമായി ഒളിഞ്ഞിരിക്കുകയും ചേർച്ച കൂടുന്നതിനനുസരിച്ച് കാമം വിസ്തൃതമാവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ആവോ? മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത് എല്ലാ തവണയും പുതിയ കുറേ ആളുകളായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഉണ്ട്. അവിടെയാണ് കാമം ക്രമമായി വികസിച്ചു വരുന്നത്. പരിചയം കൂടുന്തോറും ആ പരിചയമനുസരിച്ച് ഈ കാമം ഇങ്ങനെ വികസിക്കും. ആദ്യം തുറന്നു പറയാത്ത കാമം പതുക്കെ പതുക്കെ പറയാൻ തുടങ്ങും. അതിനോട് പ്രതികൂലമാകും തോറും ശത്രുതയുണ്ടാവും, കൊലപാതകം വരെയുണ്ടാവും. ഇത് ഭാരതീയർക്ക് നന്നായി പണ്ടറിയാമായിരുന്നു. അതുകൊണ്ട് ഭാര്യാഭർത്തൃബന്ധം പോലും ഔപചാരികമായിരുന്നു ലോകദൃഷ്ടിയിൽ. തൻ്റെ ഒരു കാമം സാധിച്ചെടുക്കുക എന്നതിനേക്കാൾ തനിക്ക് ചെയ്തു തീർക്കാനുള്ള പ്രാരബ്ധകർമ്മങ്ങളെ ചെയ്തു തീർക്കുക എന്നാണ് രണ്ടു കൂട്ടരും പണ്ട് വിചാരിച്ചത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യം മുക്തിക്ക് സോപാനമായിരുന്നു. ഇന്നല്ല. ഇന്ന് ഗാർഹസ്ഥ്യം ബന്ധിക്കുന്നതായി മാറിയിരിക്കും. ഇന്ന് ഗാർഹസ്ഥ്യത്തിലോ സന്യാസത്തിലോ ഒന്നും അതുകൊണ്ട് സുഖവുമില്ല. പാശ്ചാത്യ രീതിയിലാണ് ഇത് മുഴുവൻ. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ രീതിവിധാനങ്ങളെല്ലാം അതുകൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അവിദ്യാവിധാനം മുഖ്യരൂപത്തിൽ കാമം അതിനനുസരിച്ച് വികസിക്കുന്നു. കുഞ്ഞിനാദ്യം സ്തന്യകാമന മാത്രമാണുള്ളത്. മുലപ്പാൽ കുടിച്ചാൽ മതി, പിന്നെ കിടന്നുറങ്ങിക്കോളും. താം സ്തന്യകാമ ആസാദ്യ. പാല് കിട്ടിയാൽ പിന്നെ ഒരു 20 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങിക്കോളും. ഇപ്പോഴത്തെ പിള്ളേരില്ല. ഇത് ഞാൻ മുമ്പത്തെ പിള്ളേരുടെ കാര്യം പറഞ്ഞതാണ്. പഴയ കാലത്ത് തള്ളമാർ മുലപ്പാൽ കൊടുത്ത് ഒരു 20 മണിക്കൂർ കിടത്തി ഉറക്കും. അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്ക് വളർച്ച പ്രാപിച്ചു വരുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് ജനിച്ചു വീണാൽ കമ്പ്യൂട്ടർ വേണം. പിള്ളേരൊന്നാമത് അമേരിക്കയിലേക്കാണ് ജനിച്ചു വീഴുന്നത്. കാരണം ഒരൊറ്റ പിള്ളേർ ഇന്ന് ജനിച്ചു വീണാൽ രാത്രി ഉറങ്ങില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ രാത്രി കാലത്ത് സ്വച്ഛന്തമായി പ്രകൃതിയ സൗരജീവികൾക്ക് പറഞ്ഞിരിക്കുന്ന മാതിരി ഉറങ്ങുന്ന കൊച്ചുകുട്ടികളുണ്ടോ എന്ന് നോക്കിക്കോളുക. എൻ്റെ അറിവിൽ ഇല്ല. എന്തു തോന്നുന്നു? എന്തു തോന്നുന്നു? കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എന്തു തോന്നുന്നു? ടി വി ഒന്നും വേണ്ട, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന പ്രശ്നമില്ല. രാത്രി മുഴുവൻ ഉറക്കണം. നേരം വെളുത്താൽ സൂര്യൻ ഉദിക്കുന്നതും ഉറങ്ങാൻ തുടങ്ങും. നേരെ തിരിഞ്ഞിരിക്കുന്ന സംഭവം. തന്തയുടെയും തള്ളയുടെയും സങ്കല്പം അനുസരിച്ച് അമേരിക്കയുടെ സ്ഥിതി അനുസരിച്ച് പിള്ളേർ ഉറങ്ങുകയും ഉണരുകയും ചെയ്യും. അതിനനുസരിച്ച് കാമവും വർദ്ധിക്കുന്നു. മഹാരോഗങ്ങളും തുടങ്ങുന്നു. എടുക്കുകയുള്ളൂ, വിടുകയില്ല. പഴയ കാലത്തെ പോലല്ല. എന്തും കഴിക്കും പിള്ളേർ. വളരെ ചെറുപ്പത്തിൽ തന്നെ പൊറോട്ടയോ പോട്ടിയോ എന്തും തിന്നോളൂ. പണ്ട് കാലത്തൊരു പ്രായമാകാതെ ഒന്നും തിന്നുകയില്ല. ഇന്നങ്ങനെയല്ല. പ്രസവം കഴിഞ്ഞാലുടനെ ഗർഭിണി സഹോദരനോ ആരെങ്കിലും വരുമ്പോൾ പറയും 2 പൊറോട്ട മേടിച്ചുകൊണ്ട് വിടാം.
പ്രസവിച്ചേ ഉള്ളൂ, മര്യാദയൊന്നുമില്ല. കൊച്ചിനും കൊടുക്കും അധികം തന്നെ. കഴിക്കുകയും ചെയ്യും, ആദ്യം മുതൽ കഴിക്കുകയും ചെയ്യും, ഒരു മയവുമില്ല. പക്ഷെ ദൈവാധീനമുണ്ട്, രണ്ടും ഇത് പുറത്തേക്ക് കളയല. എല്ലാത്തിനും മലബന്ധമാണ്. ഈ മരുന്നെഴുതാനാവുകൊണ്ട് എളുപ്പമാണ്. ഒറ്റ കാര്യം ചോദിക്കേണ്ടുള്ളൂ, മലബന്ധം ഉണ്ടോ എന്നേ ചോദിക്കേണ്ടുള്ളൂ. പിന്നെ അവിപത്ത് ചൂർണം ഉണ്ടാക്കി വെച്ച് എഴുതിക്കൊണ്ടാൽ മതി, പല രോഗവും പോവും. ഇതിന് കാരണം മനസ്സ് സ്വീകരിക്കലേ ഉള്ളൂ, വിടലില്ല. മലം പോലും ശരിയല്ല, ശരിയല്ല, ശരിയല്ല. നല്ലപോലെ ആലോചിച്ചു. അതുകൊണ്ട് കാമത്തിൻ്റെ ഒരു കയറൂരി വിട്ട ലോകമാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടി കാമന വളരും, കുട്ടികൾ വളരുമ്പോൾ കളിക്കാൻ കാമനയുണ്ടാകും. കളിക്കുന്നതിനുള്ള കാമനാ പ്രാരബ്ധത്തെ ആചാര്യൻ പറയുന്നു, ബാലസ്ഥാവത് ക്രീഡാസക്ത. കുറച്ചുകൂടെ കഴിഞ്ഞാൽ താരുണ്യം വരുന്നു. അപ്പോൾ കാമനയ്ക്ക് പരിണാമം വരുന്നു, തരുണസ്ഥാവത് തരുണീരക്ത. അപ്പോൾ തരുണികളിൽ അനുരക്തമാവുന്നു. അവിടെ പിന്നെ കണ്ണൊന്നും കാണൂല. ന പശ്യതി ച ജന്മാന്ധ കാമാന്ധോ നൈവ പശ്യതി. ജന്മാന്ധന് കണ്ണ് കാണാൻ പാടില്ല, അതവൻ്റെ ജന്മവൈകല്യമാണ്. പക്ഷെ കാമാന്ധനും കണ്ണ് കാണാൻ പാടില്ല. എന്നാൽ അത്രയും കാമം വരാത്ത കുറേ ആളുകൾ കാണാൻ പണ്ടുണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് അന്ധനെ നയിക്കുന്നത് പോലെ എല്ലാം കാമാന്ധന്മാരായി തീർന്നിരിക്കുന്നു. അത്ര ഇതായിരിക്കുന്നു. സ്വർഗോപമഹ, മാതാവിൻ്റെ മടിയിൽ കഴിഞ്ഞിരുന്നവർ അതിൽ നിന്ന് വിരതി വന്ന് അവരുടെ സർവസ്വവും തരുണിയാണെന്ന് വിചാരിക്കുന്നു. അമ്മയൊക്കെ വിഷമിക്കുന്ന അവിടെയാണ്. ഇന്നലെ വരെ തൻ്റെ സാരിയെ ചുറ്റിപ്പിടിച്ച് നടന്ന ഇവൻ ഇപ്പോൾ തൻ്റെ നേരെ നിന്ന് തന്നെ തെറി വിളിക്കുന്ന പരുവായി. തരുണീസഖതനായപ്പോൾ അതിനിടയിൽ ആ സ്നേഹവായ്പിനിടയിൽ മാതാവോ പിതാവോ വന്നാൽ ചിലപ്പോൾ കൊലപാതകം വരെ നടക്കും, അവർ ശത്രുക്കളാവും. കാമം കൊണ്ട് ക്രോധവും വരും, ഒപ്പം ലോഭവുമുണ്ടായാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. പ്രിയയുടെ ഇച്ഛ സാധിക്കുന്നതിന് വേണ്ടി ആയിരം കാമനകൾക്ക് ജന്മം നൽകിയാ പോകുന്നത്. പന്മനയിലിരിക്കുന്ന പന്മന സമീപത്തുള്ള ഒരുവൻ, അവൻ കാമിച്ച് പ്രേമിച്ച് വിവാഹം കഴിച്ച കുട്ടി പന്മനയിലടുത്തുള്ള തുണി തയ്ക്കുന്ന സ്ഥലത്ത് കൊടുത്ത പോരാ, അങ്ങ് തൃശ്ശനാപ്പള്ളിയിൽ തൃശ്ശിയിൽ കേരളത്തിലെ സിനിമാ നടിമാരുടെ പൈജാമ തയ്ക്കുന്നിടമുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെയും കൂട്ടി കാർ 100 കിലോമീറ്റർ സ്പീഡിൽ തൃശ്ശനാപ്പള്ളി വരെ പോകും. പോകുമ്പോൾ വീട്ടുകാരോട് പറയും വേറെ ഒരു ആവശ്യത്തിന് പോകാമെന്ന് ചിലപ്പോൾ പറയും. ശരിയല്ലേ? ശരിയല്ലേ? പിന്നെ അവസാനം ആരെങ്കിലും ഇവൻ പോയ വഴിക്ക് അവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ തള്ളയെ വിളിച്ച് പറയും ഇവനെ തൃശ്ശനാപ്പള്ളി കണ്ടു എന്ന് പറയും, ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്തിനാ പോയത്? അതേ അവൾ പറഞ്ഞിട്ട് തയ്ക്കാൻ പോയതാണ്. അപ്പോഴാണ് തള്ളയ്ക്ക് ഇത്രയും കാലത്തെ ചരിത്രം ഓർമ്മ വരുന്നത്. ഒരു പ്ലാവിലെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഇവൻ
തൃശ്ശിനാപ്പള്ളിക്ക് വണ്ടി ഓടിച്ചു പോയിരിക്കുന്നു. വരട്ടെ വരട്ടെ. ശരിയല്ല. ഒരമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആരോ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ലോകം. ന പശ്യതി ച ജന്മാന്ധ കാമാന്ധോ നൈവ പശ്യതി മതോന്മത്ത ന പശ്യന്തി അർത്ഥി ദോഷം ന പശ്യതി. ഇത് ഈ കാമം ഉണരുന്നതിനനുസരിച്ചാണ്. അതിൻ്റെ ബീജാവസ്ഥ, അങ്കുരാവസ്ഥ, പുഷ്പാവസ്ഥ, ഫലാവസ്ഥ ഒക്കെ ആയിട്ട് ഇതങ്ങ് മാറും. ഇതൊക്കെ മൃത്യുവാണ്. അതിനു പുറമെ ആയിരം കാമങ്ങൾ. ആചാര്യൻ നേരത്തെ പറയുന്നത് ആശാനാമനദി മനോരഥജല തൃഷ്ണ തരംഗാകുല രാഗഗ്രാഹവതി വിതർക്കവിഹഗ ധൈര്യദ്രുമധ്വംസിനി മോഹാവർത്ത സുദുസ്തരാദിഗഹന പ്രോതുംഗചിന്താതടി തസ്യ പാരഗത വിശുദ്ധ മനസ്സോ നന്ദന്തി യോഗീശ്വര. ഈ നദിയെ യോഗീശ്വരന്മാർ തരണം ചെയ്തിട്ടുണ്ട്. ഏതാ നദി? ആശാനാമ നദി. ആശ എന്ന നദി. നമ്മളാ നദിയിൽ വീഴുക പതിവ്. ആശാനാമ നദി മനോരഥജല, സങ്കല്പങ്ങളാകുന്ന ജലം. തൃഷ്ണ തരംഗാകുല, തൃഷ്ണ തരംഗം. രാഗം മുതല, രാഗഗ്രാഹവതി. ഈ മുതലയുടെ പിടിയിലാണ് പലപ്പോഴും പെടുന്നത്. രാഗത്തിൽ പെട്ടാൽ മുതല പിടിച്ച പോലായി, രക്ഷപ്പെടുകയില്ല. വിതർക്ക വിഹഗ, വിതർക്കങ്ങൾ അനേകം രൂപത്തിലുള്ള തർക്കവിതർക്കങ്ങൾ. അത് ധൈര്യത്തെ എടുത്ത് ദൂരെ കളയും. ഇങ്ങനെയാണ് ജനതയുടെ ധൈര്യം പോകുന്നത്. ഇത് പഠിക്കാനാണ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകുന്നത്. മറിച്ച് യോഗീശ്വരന്മാർ ചെയ്തത് ഈ നദിയെ തരണം ചെയ്യുകയാണ് ചെയ്തത്. രണ്ടും രണ്ട് മാർഗമാണ്, ഒരു മാർഗമല്ല. മോഹമാണ് അതിലെ ചുഴി, മോഹ ആവർത്ത. ചുഴി മോഹമാണ്. അങ്ങനെയുള്ള നദിയെ തസ്യ പാരഗത കടന്നുപോയി. ആര്? സന്തോഷപൂർവം യോഗീശ്വരന്മാർ. നമ്മളിതിൽ ഓരോന്നിൽ പെട്ട് അതിനകത്ത് കിടന്ന് കാലും കൈയൂട്ടടിക്കുകയാണ്. ഇത് കാമവിധാനമാകുന്ന മൃത്യുവാണ്. നമ്മൾ ഈ കാമത്തിൽ മരിച്ചു കിടക്കുകയാണ്, ജീവനില്ല. കർമ്മവിധാനം മൂന്നാമത്തതാണ്. അവിദ്യ, കാമം, കർമ്മം. മൂന്നാമത്തത് കർമ്മവിധാനമാണ്. അനുയന്തി ബാലാഹ, അജ്ഞാനം കൊണ്ടാണ് കാമന. അജ്ഞാനവും കാമനയും ചേർന്നാണ് കർമ്മം. അജ്ഞാനം, കാമം രണ്ടും കൂടെ ചേരുമ്പോൾ കർമ്മമുളവാകും. ബാലകനിൽ കർമ്മം സാമാന്യമാണ്, അത് വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ന്യായാന്യായങ്ങൾ പോലും മാറി. ഒടുവിൽ ഏതാണ്ട് 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഭ്രമണം ചെയ്യുന്നതിന് തക്കവണ്ണം കർമ്മം നിരതമായി. കർമ്മം മനുഷ്യ ശരീരത്തിൽ മാത്രം സംഭവമാണ്. അതുകൊണ്ട്
ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഗൃഥ കസ്യ സിദ്ധനം. ഈ മൃത്യുവിൽ നിന്ന് മോചനം നേടുന്നതിന് അവിദ്യാകാമകർമ്മരൂപീ മൃത്യുവിലേക്ക് പോകാതെ ഈശനിലേക്ക് ശ്രദ്ധിക്കുക. ഇത് ഒന്നാം മന്ത്രത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥം. ഇനിയും വേറൊരു തരം. ഭുഞ്ജീത എന്നതിനാൽ ആത്മാവിൻ്റെ പാലനമാണ് പറയുന്നത്. ആത്മാവിനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക. മൃത്യുവെന്നാൽ അവിദ്യ, കാമം, കർമ്മം എന്നിവയുടെ വികാസമാണെന്ന് നാം കണ്ടു. അവിദ്യാകാമകർമ്മങ്ങളുടെ വികാസ പരിണാമങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് കാണുകയും അവിദ്യാകാമകർമ്മങ്ങളുടെ അവിതത്വം, അതിന് കാരണം പരസ്പരം സഹായകമായി ഇവ പരമ്പരയാ വളരുന്നു. അവിദ്യ കാമത്തിന്, കാമം കർമ്മത്തിന്, കർമ്മത്തിൽ നിന്ന് വീണ്ടും അവിദ്യ, വീണ്ടും കാമം, വീണ്ടും കർമ്മം. ഇതാണ് ജനി മൃതി പരമ്പര. ചാക്രികമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഒരജ്ഞാനം വരുമ്പോൾ ആഗ്രഹം വരും. നല്ല തെളിഞ്ഞ് ബുദ്ധിയിരിക്കുകയാണെങ്കിൽ ആഗ്രഹം വരില്ല. അത് വീഴുന്നത് ചില വാസനകൾ അറിയാം വീഴിക്കാൻ വരുന്നവന്. രണ്ട് ദിവസമായിട്ട് രാത്രിയിൽ ബെഡിലാണ് കിടക്കുന്നത്. ഒന്ന് അത്യുഷ്ണം, അതിൻ്റെ കൂടെ പഞ്ഞിയുടെ ചൂട്, മുകളിൽ വാർക്ക. അതിനിടയിലൊരു കാര്യവും കൂടെ ചെയ്യും. സന്ധ്യ ആവുമ്പോഴേക്ക് ജനൽ നേരത്തെ അടയ്ക്കും. സന്ധ്യ ആകുമ്പോഴേക്ക്, കാരണം ചൂട് അകത്തൊരു 3 മണിയാവുമ്പോൾ നല്ലപോലെ തള്ളി നിൽക്കുമ്പോൾ ജനലെല്ലാം അടയ്ക്കും. അതും ജനലെല്ലാം ചില്ലും. ചില്ലാകുമ്പോൾ അല്പം പോലും ഇത് കണ്ടക്ട് ചെയ്ത് പുറത്ത് പോകുന്ന പേടിക്കണ്ട. പുറത്ത് തണുപ്പായാലും അകത്തെ ചൂടായിട്ട് നിൽക്കും. അതിൻ്റെ കൂടെ ഒരു പണിയും കൂടെ ചെയ്യും. മോളിൽ കയറി 2 ബക്കറ്റ് വെള്ളം ഒഴിക്കും. മോളിൽ ഈ വെള്ളം കിടക്കുന്നത് കൊണ്ട് ഈ ചൂടിന് താഴേക്ക് പ്രസാരണം ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യവും കൂടെ ചെയ്യും. വൈദ്യുതി അതിൻ്റെ യാന്ത്രികയിൽ ചൂടുണ്ടാക്കുമെന്ന് ചിന്തിക്കാതെ ഫാനും അങ്ങിടും. അതിൻ്റെ യന്ത്രം ചൂടാകുമ്പോൾ അതിൻ്റെ ഇലകൾ ആ ചൂടും കൂടെ ഇങ്ങനെ വിസർജിച്ച് തരും. മനസ്സിലായി നോക്കണം. അവിദ്യയുടെ ആ കഴിവ് ഒരു ക്ഷണനേരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ സമയത്തായിരിക്കും പിറ്റേ ദിവസം രാവിലെ ഒരുത്തൻ കൂളറിൻ്റെ പരസ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ വാസന ഉണർന്നിരിക്കുന്നത് കൊണ്ട് ആദ്യം അത് വാങ്ങിക്കാൻ തീരുമാനിക്കും. അരി വാങ്ങിക്കാൻ ബാർഗെയിൻ ചെയ്യുന്നവൻ ഇതിന് വലിയ ബാർഗെയിനിങ് ഒന്നും നടത്തുകയില്ല. ഇവൻ വീണു ഇത് വാങ്ങിക്കുമെന്നാവുമ്പോൾ ഇതിനേക്കാൾ കൂടി ഇത് വേറൊരെണ്ണം ഉണ്ടെന്നും കൂടെ അവൻ പറയും. ആദ്യം പറഞ്ഞ സാധനത്തിന് വില കുറച്ച് കുറയും, നല്ലതുമായിരിക്കും. അവസാനം പറഞ്ഞത് കുളവാകുന്നതുമായിരിക്കും. ഇതിൽ ഭ്രമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പരമ്പരയെ അടുത്തതിൽ ഭ്രമിക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവൻ ആ നമ്പർ എടുത്തിടും. വാങ്ങിക്കും. ഇങ്ങനെയാണ് നമ്മൾ അവിദ്യയിൽ വീഴുന്നത്. അവിദ്യയിൽ വീണ് കഴിഞ്ഞാൽ
വ്യാപകാമം ഉത്തേജിതമാവും. കാമത്തിൽ നിന്ന് കർമ്മം വരും. കർമ്മം ചെയ്യുന്നതിനിടയിൽ കർമ്മത്തിൽ നിന്ന് വീണ്ടും അവിദ്യ വരും. വീണ്ടും കാമം വരും. വീണ്ടും കർമ്മം വരും. കർമ്മ പരമ്പരയിൽ കറങ്ങുകയാണ്. കരയ്ക്ക് കയറാൻ പറ്റുകയില്ല. അതാണ് നില. ഇങ്ങനെ കർമ്മം അവിദ്യയുടെ ആഴം കൂട്ടുന്നു. അങ്ങനെ കർമ്മങ്ങളുടെയും അവിദ്യയുടെയും കാമത്തിൻ്റെയും ആഴം വർദ്ധിക്കുന്നു. അപ്പോൾ അവസാനം കർമ്മം പ്രഖരമാകുന്നു. അനേകം ശാഖകളോടുകൂടി കർമ്മം അങ്ങ് വികസിക്കുന്നു. കാമം എങ്ങനെ ആഴം കൂട്ടി, അവിദ്യയും കാമവും കർമ്മത്തെ എങ്ങനെ ഉളവാക്കി, എന്നിട്ട് കർമ്മം അവിദ്യയേവം കർമ്മം രണ്ടിനെയും ഗംഭീരമാക്കി. അപ്പോൾ കർമ്മവും കൂടി അവസാനം പ്രഖരമായി. കാമം എപ്രകാരമാണ് അവിദ്യയെ കൂട്ടിയത്? കാമം തന്നെയും കാമ്യത്തെയും നിത്യമാണെന്ന് നനയ്ക്കാൻ ആദ്യം പ്രേരിപ്പിച്ചു. അവിടെയാണ് ആ പണി നടക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാത്തതാണ്. എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വിദ്യ. ബാക്കിയുള്ളവരിതൊന്നും ശ്രദ്ധിക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. പോരട്ടെ ഇങ്ങോട്ട്, വരുന്നിടത്ത് വെച്ച് കാണാം. മറ്റൊന്ന് തീരുമാനിക്കും അത് വേണ്ട, ഇത് കൊടുക്കാണ്. തമ്മിൽ കാണുമ്പോൾ നിലത്ത് കാലുകൊണ്ട് എഴുതാൻ തുടങ്ങുമ്പോൾ അവൻ തീരുമാനിക്കും എഴുതുന്നത് എൻ്റെ മരിച്ചു കഴിഞ്ഞൊരു സാധനം എഴുതുമല്ലോ, ചരമക്കുറിപ്പാണെന്ന് മനസ്സിലാക്കും. ആ പെങ്കൊച്ച് കാലുകൊണ്ട് എഴുതുന്നത് എൻ്റെ ചരമക്കുറിപ്പാണ്, ഒന്ന് വിളിച്ചിരുത്തണ്ട. മറ്റതങ്ങനെയല്ല, എഴുതുന്നത് കാണാൻ രസമാണ് എന്നൊക്കെ വിചാരിച്ച് ഇവനറിയില്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന്. ഇവൻ്റെ ചരമക്കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും വായിക്കാതെ ഇവൻ വിളിച്ചടിപ്പിക്കും. ഇങ്ങനെയാണ് ഇതിലൊക്കെ വീഴുന്നത്. അവിദ്യാ കാമകർമ്മങ്ങളുടെ പരമ്പര ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാമം കാമത്തെയും കാമ്യത്തെയും നിത്യമാണെന്ന് ധരിപ്പിക്കും. അവിടെയാണ് ഈ അബദ്ധം പറ്റുന്നത്. അങ്ങനെ വിസ്മരണമുണ്ട്. ഇപ്പോൾ 1000 വർഷം ജീവിക്കാനുള്ള പ്രിയത്തിലായത്. ഒരായിരം വർഷം ജീവിക്കണമെങ്കിൽ എത്ര ദിവസം വേണമെന്ന് നോക്കിക്കൊള്ളുക. അതാണ് കാമദേഹത്തിൻ്റെ വിസ്താരം. നമ്മുടെ കാമദേഹത്തിൻ്റെ ആയുസ്സും ശരിയായ ദേഹത്തിൻ്റെ ആയുസ്സും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. കാമദേഹത്തിന് ആയുസ് കൂടുതലാണ്. കാരണം ഓരോ കാമവും അനുഭവിക്കുവാൻ യുഗങ്ങളാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കാമത്തെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ സൗരക്ലോക്കല്ല. സൗരക്ലോക്ക് വളരെ കുറച്ച് സാമാന്യ വിജ്ഞാനത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാമം സുഖപൂരിതമായി വരുമ്പോൾ കാലം ചെറുതായി പോകും. കാമം ദുഃഖപൂരിതമാകുമ്പോൾ കാലം വിസ്തൃതമായി തീരും. മനസ്സിലായില്ല?
വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാമിനിയും കാമുകനും കൂടെ സ്കൂളിലോ കോളേജിലോ വരാന്തയിലൊക്കെ ഇരിക്കുമ്പോൾ മണിക്കൂർ നിമിഷമായി പോകും. ഇത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിലിരിക്കുമ്പോൾ നിമിഷം വർഷമാകും. എന്തിനാ മണിക്കൂറാക്കുന്നത്? ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ തലയ്ക്ക് കൈ കൊടുത്ത് എന്തിനാ ഇരിക്കുന്നത്? തലയിൽ എന്തിനാ കൈ കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ? അതുകൊണ്ട് കാലത്തിന് ഒരുപാട് വ്യതിയാനമുണ്ട്. ഈ കാലവ്യതിയാനമൊന്നും നമ്മൾ പഠിക്കാറില്ല. നമുക്കാകെ ഒരിതേ അറിയാവൂ, ഉദയാസ്തമനങ്ങളെ സംബന്ധിച്ചുള്ളത്. അത് വെച്ചിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കാലഗണന. കാമമോഹത്തിൻ്റെ തന്നെ നൃത്യമാണിത്. അജിയായ ശരീരത്തിലത് ഇപ്രകാരം ലിപ്തമായി. അതുകൊണ്ട് ശുചിത്വം മറഞ്ഞുപോയി. അതിന് പിന്നാലെ പോകുമ്പോൾ, ആ കാമത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ തട്ടിയാലും വീണാലും അറിയില്ല. കാമമൊന്ന് കുറഞ്ഞാൽ ഇതെല്ലാം അറിയും. അതാണ് രസം. കല്യാണം കഴിഞ്ഞു വന്ന് ഗണേശൻ്റെ കൈ മുട്ടിയപ്പോഴും ഭാര്യയുടെ നഖം ഗണേശൻ്റെ മുഖത്ത് കൊണ്ടപ്പോഴും ചോര പൊടിഞ്ഞില്ല. മനസ്സിലായില്ല. ഇത് കഴിഞ്ഞ് പൊടിഞ്ഞപ്പോൾ പത്രക്കാരെയൊക്കെ വിളിച്ച് കാണിച്ചു. ശരിയല്ല. രണ്ടുപേരും. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കാരണം ഇതാണ്. കാമനയുടെ ഒരു ലോകമാണ് അവിടെ ഉണരുന്നത്. അശുചി ആയ ശരീരത്തിൽ അത് ലിപ്തമായി. അതുകൊണ്ട് ശുചിത്വം മറഞ്ഞു. അതിന് പിന്നാലെ പോകുമ്പോൾ ആയിരക്കണക്കിന് കല്ലിൽ തട്ടിയാൽ പോലും, ഒരു കാമത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആയിരക്കണക്കിന് കല്ലിൽ തട്ടി വീണാൽ പോലും ചാടി എഴുന്നേറ്റ് നടക്കും, മുറിഞ്ഞതറിയില്ല. കാമത്തിൻ്റെ ഗൗരവം അതാണ്. കാമം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ദുഃഖത്തെ സുഖമെന്ന് അവിടെ മാനിച്ചു. അതുകൊണ്ടാണ് താഴെ വീണിട്ട് അറിയാത്തത്, മുറിഞ്ഞിട്ടറിയാത്തത്. കാരണം ദുഃഖത്തെ സുഖമാണെന്ന് മാനിക്കുകയാണ്. ഈ മോഹം ആത്മാവിനില്ല, ശരീരം കൊണ്ടാണ്. അനാത്മാവിനെ ആത്മാവെന്ന് മാനിച്ചിട്ടാണ്. ഇത് ഗോസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉത്ബോധനമായി നൽകുന്നു. ഇവ രണ്ടിൻ്റെയും, അവിദ്യയുടെയും കാമത്തിൻ്റെയും കാരണം നികൃഷ്ടമായ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നതാണ്. അവിദ്യയും കാമവും കർമ്മവും കൂടെ വന്നാൽ ഏത് കർമ്മവും ചെയ്യും. ഏത് നികൃഷ്ട കർമ്മവും ചെയ്യും. ജയപ്പൂരിലെ ഒരു കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ പൂജ ചെയ്യുന്നത് ബ്രഹ്മചാരികളായിരുന്നു. ഒരു രാജാവിന് പോലും ഒന്നും മനസ്സിലാക്കി കൊടുത്തിരുന്നുമില്ല. അത്ര ശ്രദ്ധയുണ്ടായി. മന്ത്രിയോടൊരു ദിവസം രാജാവ് ഇക്കാര്യം പറഞ്ഞു. മന്ത്രി ഒരു ഉപായം പറഞ്ഞു. അവരുടെ എല്ലാം വിവാഹം നടത്തി.
നല്ല കൊള്ളാവുന്ന പെൺകുട്ടികളെ വിളിച്ച് അവരുടെ കല്യാണം അങ്ങ് നടത്തുക. കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ അതുവരെ ഒരാവശ്യവും പറയാത്ത ബ്രഹ്മചാരികൾ, രാജാവിനോട് ഒരാവശ്യവും പറഞ്ഞിട്ടില്ല, നിത്യം പണിയെടുക്കുക. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയം വരെ പണിയെടുക്കലേ ഉള്ളൂ, തിരിഞ്ഞു നോട്ടമില്ല. വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജാവിനെ നിത്യം മുഖം കാണിക്കാൻ വരികയായി. ആവശ്യങ്ങൾ കൂടി, ഓരോ ആവശ്യത്തിന് ശല്യപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ ഈ ആശ്രമങ്ങളിൽ വരുമ്പോഴും ഉണ്ടാവും. ഈ ആശ്രമമൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നല്ല കണ്ടാക്കൊള്ളാവുന്ന ബ്രഹ്മചാരികളെയൊക്കെ കാണും. അപ്പോൾ വരുന്ന പെണ്ണും ആണും ഒക്കെ ചോദിക്കും, കല്യാണം കഴിച്ചില്ലേ? അപ്പോൾ അവർ പറയും, ഇല്ലല്ലോ. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അവർ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ പണിയാൻ നേരം കിട്ടില്ല. അതുവരെ ഈ കല്യാണം എന്ന് പറയുന്നതിനെ പറ്റിയൊന്നും ഈ ബ്രഹ്മചാരികൾ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഈ ബ്രഹ്മചാരികളുള്ള ആശ്രമങ്ങളിൽ ഗൃഹസ്ഥനെ കയറ്റരുത് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അവനെയൊക്കെ വെളിയിൽ വെച്ച് പഠിപ്പിച്ചിട്ട് ആചാര്യൻ വിട്ടോണമെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഞാൻ പറയുന്നതെന്നറിയില്ല. കാരണം ഈ വന്ന് പതുക്കെ ബ്രഹ്മചാരികൾ അവിടെ ഉണ്ടെന്നറിയാതെ പിള്ളേരുടെ കൂടെ, ഭാര്യയുടെ കൂടെ, കാമുകിയുടെ കൂടെയൊക്കെ ആടിക്കളിക്കുന്നതെല്ലാം ഇവർ കാണും. ആദ്യം അവർക്ക് ഇതിലൊന്നും ശ്രദ്ധയുണ്ടാവില്ല, അവരുടെ തൊഴിലിലേ ശ്രദ്ധയുണ്ടാവുള്ളൂ, പൂജയിലും കാര്യങ്ങളിലും ഒക്കെ. പക്ഷേ വന്ന് ഓരോ ചോദ്യമൊക്കെ ചോദിച്ച് പതുക്കെ പതുക്കെ ശ്രദ്ധിപ്പിക്കുമ്പോൾ അവരിതൊക്കെ നോക്കി നിൽക്കാൻ തുടങ്ങും. കൊള്ളാമല്ലേ ഈ പണി? പിന്നെ പണിയുടെ ഏകാഗ്രത പോകാൻ തുടങ്ങും. മരുന്ന് മാറും. ഗുളികയുടെ എണ്ണം ചിലപ്പം മാറിപ്പോകും. ഇങ്ങനെയൊക്കെ പറ്റും. അതിനിടയിൽ എവിടുന്നെങ്കിലും തപ്പി പിടിച്ചൊരു കല്യാണം ആയാൽ ആവശ്യം കൂടും. കാരണം ടി വിയിൽ കണ്ടതൊക്കെ ഭാര്യ വേണമെന്ന് പറയും. ഇന്നലെ വരെ ഇവൻ ആവശ്യമില്ലായിരുന്നു, വെളുപ്പിനേറ്റ് ആശ്രമത്തിലോട്ട് പോരുക, അവിടുത്തെ കഞ്ഞി മതിയായിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് പറഞ്ഞത് ആളുകൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, കൊള്ളാവുന്ന ഗൃഹസ്ഥന്മാർ നല്ല ആഹാരമൊക്കെ കഴിക്കും, ആ ആശ്രമത്തിലെ കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുവല്ലോ കുടുംബജീവിതം പുലർത്താൻ പറ്റുമോയെന്ന് ചോദിക്കും. അപ്പോൾ വൈകുന്നേരം ഒന്ന് ലുലുവിൽ പോകണ്ടേന്ന് ചോദിക്കും തിന്നാൻ. എറണാകുളം വരെ പോയി തിന്നേച്ച് വരണമെങ്കിൽ കാശിത് പോരാതെ വരും, ആവശ്യങ്ങൾ കൂടും. ഇങ്ങനെയാണിത് വിസ്തൃതമാകുന്നത്. ഇതെത്ര വേണമെങ്കിൽ വിസ്തൃതമാക്കാം, അതിന് നിങ്ങളാക്കിക്കോളുമല്ലോ. ഞാനിനി പറഞ്ഞു നേരം കളയണ്ട. ഇതാണ് ഇതിൻ്റെ കളി. മനുഷ്യൻ വിസ്തൃതമാക്കുന്നത് കാമനകളെ ഇങ്ങനെയാണ്. നമ്മുടെ പൂജാരികളും ഇങ്ങനെയായി. മന്ത്രി പറഞ്ഞു കൊടുത്ത പണി ഭംഗിയായി പറ്റി. മാത്രമല്ല, അതുവരെ സത്യസന്ധരായ പൂജാരികൾ ചെറിയ മോഷണമൊക്കെ തുടങ്ങി. കാരണം കിട്ടുന്നത് പോരാതെ വരുമ്പോൾ പൂജാപാത്രമൊക്കെ എളി വെച്ചൊക്കെ കൊണ്ടുപോകും. മാന്യമായ ഭാഷയിലാണ് ഞാൻ എളി വെച്ചതെന്ന് പറഞ്ഞത്, അതിലപ്പുറമൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലൊക്കെ കൊണ്ടുപോകും. അവസാനം മോഷണവും ആവും. ഇതുകൊണ്ട് സമാനം വരുമോ? ഇല്ല, വീണ്ടും കൂടും. നികൃഷ്ടങ്ങളായ എല്ലാ കർമ്മവും ചെയ്യാൻ തുടങ്ങും. കാരണം ധനം വേണം. മുമ്പ് വളരെ വിമർശിച്ചതാണ്. മന്ത്രവാദം പറ്റൂല, ഗൂഢപത്രം പറ്റൂല, സാത്വിക കർമ്മമേ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മചാരികളാണ്. ഇപ്പം ആളുകളോട് പറയുന്നത് ആ കർമ്മം ചെയ്താൽ ശത്രു തട്ടിപ്പോകുമെന്നാണ് പറയുന്നത്, ഉള്ള ചില്ലറ നന്നേക്കാൻ. അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങി. പിന്നീട് രാജാവ് അവിടെ എന്തുദാരത കാണിച്ചാലും പ്രയോജനമില്ലാതായി. ഇതാണ് അവിദ്യയുടെ നില. അവിദ്യ കൊണ്ട് മനുഷ്യൻ പതിക്കുന്നത് പടിപടിയായി ഇങ്ങനെയാണ്. ആരെയെങ്കിലും പതിപ്പിക്കണമെങ്കിൽ അവൻ ആഗ്രഹത്തിൻ്റെ, അവിദ്യയുടെ ഒരു ചെറിയ ബീജം ഇട്ട് കൊടുത്താൽ മതി.
കാണാൻ നല്ല രസമാണ്. ഈ കൊച്ചു കുട്ടിക്കാലത്ത് പിള്ളേർ അപ്പക്കറ ഓന്തിനൊഴിച്ചു കൊടുത്തിട്ട് കളിപ്പിക്കുന്ന കാണാം. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അപ്പ എന്ന് പറഞ്ഞൊരു ചെടി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആ പേരാണെന്ന് തോന്നുന്നു. കാട്ടപ്പ എന്നൊക്കെ പറയും. അതായത് കടലാവണക്ക് വർഗത്തിൽപ്പെട്ടത്. കണ്ടിട്ടുണ്ട്? ഒരു ചുവപ്പും വെള്ളയും കണ്ടിട്ടുണ്ട്. പെട്രോളൊക്കെ എടുക്കാവുന്നൊരു ചെടി. അതിൻ്റെ അകത്തുനിന്ന് പെട്രോൾ എടുക്കും. കേട്ടിട്ടില്ല? അതിൻ്റെ ഈ കമ്പൊടിക്കുമ്പോൾ ഒരു കറ കിട്ടും. പിള്ളേരെ കമ്പ് ഒടിച്ചിട്ട് ഇങ്ങനെ ഊതുന്നതാണ്. കണ്ടിട്ടുണ്ടോയെന്നറിയാം. ആ ആ 5 അല്ല, ഇവിടെയൊക്കെ ഉണ്ട്. വഴി സൈഡിലൊക്കെ ഉണ്ട്. നല്ല ചുവപ്പ് നിറത്തിലാണ് അതിൻ്റെ ഇല. ഒരുമാതിരി ആ വേലിപ്പത്തലായിട്ട് ഇങ്ങനെ ഊതിയാൽ പറഞ്ഞു. അത് തന്നെ. അതിൻ്റെ കറയൊടിച്ചിട്ട് ഈ ഓന്തിന് കൊടുക്കും പിള്ളേർ. ഓന്തിനെ പിടിച്ചൊന്ന് മയക്കി എടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കും തോറും കുടിക്കും. പിന്നെ അതിനായിട്ട് കളിപ്പിക്കുന്ന ഒരു രസമാണ് കുട്ടിക്കാലത്ത് പിള്ളേർക്ക്. എന്ന് പറഞ്ഞ പോലെ മതം പിടിക്കുന്ന ഒരു സാധനമാണ് ഈ അവിദ്യ. ഇതിൽ മതം പിടിച്ചു കഴിഞ്ഞാൽ പുറകോട്ടില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ആദ്യം മുതലേ നോക്കി പഠിച്ചിട്ടുള്ളവന് നല്ല രസമാണ്. മാറി നിൽക്കും. തൻ്റെയും അന്യൻ്റെയും കാമം ഉദ്ധൃതമാകുന്നത് ഒരു പ്രാവശ്യം നോക്കി ശീലിച്ചവന് കാമത്തിൽ വീഴുന്നതല്ല പിന്നെ രസം, കാമന കണ്ടു നിൽക്കുന്നതാണ് രസം. അതിലേക്ക് ആളുകൾ പതിക്കുന്നതും താൻ തന്നെ പതിക്കുന്നതും നോക്കി നിന്ന് ശീലിച്ചാൽ താൻ പതിക്കാതിരിക്കുകയും മറ്റുള്ളവർ പതിക്കുന്നത് കാണാൻ നല്ല ശേലായിരിക്കുകയും ചെയ്യും. പതിപ്പിക്കേണ്ട, നമ്മൾ പോയി പതിപ്പിക്കുമെന്ന് മണ്ടിവൻ പതിക്കും. അതാണ് ഇതിൻ്റെ രസം. ലോകത്ത് എവിടെ ഗാർഹസ്ഥ്യവും സന്യാസവും ഒന്നും ഈ കാമത്തിന് ഭേദമൊന്നുമില്ല. തെറ്റിദ്ധരിക്കേണ്ട. ഗൃഹസ്ഥൻ പതിക്കുന്നതിനേക്കാൾ സ്പീഡിൽ തിത്തത്തയ്യെന്ന് സ്വാമി പതിക്കും. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാമം എന്ന് പറയുന്നത് സന്യാസി എന്നോ ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരി എന്നോ ഒന്നും ഭേദമില്ല. അജ്ഞാനത്തിൻ്റെ അംശം വന്നാൽ ഏതവനും പതിക്കും. ക്ഷണനേരത്തിൽ പതിക്കും. ഇത്രയും വേഗം പതിക്കുമോ എന്ന് സംശയം തോന്നും. അത്രയും വേഗം പതിക്കും. പതിച്ചൊക്കെ കഴിഞ്ഞ് പതിച്ചതിൻ്റെ ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ഗൃഹസ്ഥനും സന്യാസിയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടാവും. പതിക്കൽ എന്ന് പറയുന്നതൊക്കെ എളുപ്പമാണ്. ഒക്കെ വളരെ പെട്ടെന്നാണ് പറ്റും. ക്ഷണനേരം മതി. ക്ഷണനേരം. ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും ഒക്കെ ഏതെങ്കിലുമൊക്കെ വിഷയകാമങ്ങളിൽ, ഒന്നല്ല 1000 വിഷയകാമങ്ങളാണ് കിടക്കുന്നത്. അതിലൊക്കെ പതിക്കും. ഞങ്ങളൊക്കെ പതിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുത്തൻ വന്ന് നല്ല കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് 1.5 മണിക്കൂറും കാച്ചിയാൽ മതി. ഞങ്ങൾ അതുവരെ പഠിച്ച സാധനമൊക്കെ മാറും. എൻ്റെ ആ കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ സ്പീഡിൽ വീണുകളെ അത്ര ഗംഭീരമാണ്. അതവൻ്റെ വാചകത്തിലാണ് വീഴുന്നത്. പിന്നെ രസമാണ്. ഇവൻ മുമ്പിൽ നടന്നാൽ മതി, ഞങ്ങളിങ്ങനെ പുറകെ പോകും. മായാമോഹം അത്ര വലുതാണ്. അയ്യോ, അത് വേറെ.
അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പോയി വീഴും. അപ്പം അവിദ്യാകാമകർമ്മങ്ങൾക്ക് ഈ പണി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊക്കെ സിദ്ധമാണ് പതനം. പതനമുണ്ടായാൽ മനുഷ്യർക്കതിൽ നിന്ന് ഉയരാൻ പ്രയാസമാണ്. കാമപതനം വന്നാൽ അവരുടെ അവിദ്യ കൂടുതൽ ആഴമുള്ളതായി തീരുകയുള്ളൂ. പതിച്ചാൽ പെട്ടെന്നത് അറിഞ്ഞ് കരകയറാനൊന്നും പറ്റില്ല. ലോഭം വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് ലോഭം വർദ്ധിക്കും, കർമ്മവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ വിതതമായ അവിദ്യ, കാമം, കർമ്മം, അത് മൃത്യുവാണ്. ഈ മൃത്യുവിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഭുഞ്ചീത പാലയേത, ആത്മാവിനെ രക്ഷിക്കണം, പാലിക്കണം. അവിദ്യ കാമ കർമ്മരൂപമായ മൃത്യുവിൽ നിന്നാണ് ആത്മാവിനെ രക്ഷിക്കേണ്ടത്. അങ്ങനെ രക്ഷിക്കണം എന്നാണ് ഒന്നാം മന്ത്രത്തിൻ്റെ അർത്ഥം. ആ രക്ഷ നേടുന്നതിനുള്ള ഉപായം എന്താണ്? ഇതാണ് അടുത്ത പ്രശ്നം. എങ്ങനെ രക്ഷ നേടും? ഇവ മൂന്നിൽ നിന്നും രക്ഷയ്ക്ക് ആദ്യം വെവ്വേറെ ഉപായങ്ങൾ ചെയ്യാം. അവിദ്യയെ കുറയ്ക്കുന്നതിന് ശാസ്ത്ര ശ്രദ്ധ, ശാസ്ത്ര ശ്രവണം അത് ചെയ്യണം. ശാസ്ത്രങ്ങളെ നിരന്തരം ശ്രവണം ചെയ്യുക. അന്നേരം നമ്മളറിയാതെ ഈ അവിദ്യ ഇങ്ങനെ കുറയും. അറിഞ്ഞു കുറയുമൊന്നുമില്ല, അറിയാതെ കുറയും. നിരന്തര ശ്രവണം. വായന ശ്രവണത്തോടു കൂടിയതാണെങ്കിൽ ഉൾപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വായിക്കുന്നത് പലപ്പോഴും ചെവിയിൽ പാട്ട് കേട്ടോണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ഇന്ദ്രിയമേ ഒരു സമയത്ത് പ്രവർത്തിക്കുകയുള്ളൂ. രണ്ടിന്ദ്രിയം പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ശബ്ദത്തിന് പ്രവേഗമുള്ളത്. വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടാൽ വായനയാണെങ്കിൽ അത് ചെവി കേൾക്കുന്നത് കുറച്ച് കഴിഞ്ഞാണ്. കണ്ണുകൊണ്ട് നോക്കി വായിക്കുകയാണെങ്കിൽ കാണുന്നതിൻ്റെ പ്രവേഗവും കേൾക്കുന്നതിൻ്റെ പ്രവേഗവും രണ്ടാണ്. കുറച്ച് കഴിഞ്ഞാണ് കേൾക്കുന്നത്. അന്നേരം മനസ്സിലാക്കുന്നത് വായനയിൽ നിന്ന് ചിലത് നമ്മുടെ സെൻസറി നെർവുകൾ എത്തിക്കുന്നതുണ്ട്, കേൾവിയിൽ നിന്ന് എത്തിക്കുന്നതുണ്ട്. കേൾവിയിൽ നിന്ന് എത്തിക്കുന്നതും വായനയിൽ നിന്ന് എത്തിക്കുന്നതും സമാനമാകുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. വായനയിൽ നിന്നെത്തിക്കുന്നതും കേൾവിയിൽ നിന്നെത്തിക്കുന്നതും ഇന്ന് പലപ്പോഴും രണ്ടാണ്. അവിടെയാണ് നമ്മുടെ കാൽപ്പയിനും മറ്റും വലിയ മാറ്റം വരുന്നത്. നിങ്ങൾ വാർത്താവലോകനങ്ങൾ കാണുമ്പോൾ നോക്കിയാൽ അറിയാം. വാർത്ത ഒരാൾ വായിച്ചു, അപ്പോൾ നിങ്ങളുടെ നെർവുകൾ ആ വാർത്തയെ അവിടെ എത്തിച്ചു. ഇന്നിടത്തൊരാൾ മരിച്ചു, അത്രയേ ഉള്ളൂ. അത് സ്വീകരിച്ചു, സത്യമാണ്, അവിടെ പണി തീർക്കുകയില്ല. അതിനെ വേറൊരുത്തനോട് ചോദ്യം ചോദിച്ചു, അവൻ തലകീഴായി വേറൊന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ നെർവിലെത്തുമ്പോൾ ഇതിന് വിരുദ്ധമാണ്, നിങ്ങൾ കണ്ടതിന് വിരുദ്ധമാണ്. മൂന്നാമതൊരുത്തൻ മറ്റൊരെണ്ണം പറഞ്ഞു. അവസാനം ബ്രെയിൻ സംഘർഷമാക്കി അനേക രോഗങ്ങളെ ഉണ്ടാക്കാൻ പാകത്തിനാണ് മാധ്യമം വാർത്താവലോകനം നടത്തുന്നത് പോലും. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുന്നത്.
അതുകൊണ്ടാണ് ശ്രവണത്തിന് അന്നേ എഴുതി വെച്ചു. ഇന്ന് ഈ കുഴപ്പമുണ്ടാകുമെന്ന് കണ്ടതുപോലെ തോന്നും. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായവനിൽ നിന്ന് ശ്രവണം ചെയ്യണം. അല്ലെങ്കിൽ ശ്രവണം പല വഴിക്കാവും. അപ്പോൾ ശ്രവണം അനുഗുണമായിരിക്കണം. അതാണ് ഒന്നാമത്തെ വഴി, ശാസ്ത്രശ്രവണം. സത്സംഗം, അതിലെ സത്സംഗം, സത്ത് പരമാത്മാവാണ്, സജ്ജനമല്ല. അതിലെ സത്ത് കാലത്രയേവി തിഷ്ഠതീതി സത്ത് തന്നെയാണ്. സജ്ജനസംഘമല്ല, പോരാ. അങ്ങനെ വന്നാൽ മാത്രമാണ് നിസ്സംഗത വരിക. സജ്ജനസംഘത്തിലും നിസ്സംഗത വരില്ല. ഇതൊക്കെ നമുക്ക് സമ്മതമാവുമോ എന്നറിയില്ല. നിങ്ങൾ മുമ്പ് ധരിച്ചിരുന്ന ഒരു ധാരണയിൽ സജ്ജന സംഘമാണ്. അവിടെയും ഒരു കൂട്ടുകെട്ടുണ്ടാവും. കൂട്ടുകെട്ട് സംഘമാണ്. സത്ത് പരമാത്മാവിനോട് സംഘമുണ്ടാകുമ്പോൾ കൂട്ടുകെട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ സംഖ്യയാകുന്നത് അതിനെ ആസ്പദമാക്കി ഇത് സത്സംഗവുമാകാം, ദുസ്സംഗവുമാകാം, സജ്ജന സംഘവുമാകാം. മനസ്സിലായില്ല? സ്വാമിയുടെ കണ്ണാടി, സ്വാമിയുടെ മൂക്കാടി ഒക്കെയാണിതിൽ നോക്കിയിരിക്കുന്നതെങ്കിൽ സത്സംഗം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് പരസ്യം കൊടുക്കാൻ പറയുന്നതാവും. ഉദാഹരണങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളവയെ ഇതിനനുഗുണമല്ലാതെ ഉദാഹരണത്തിൻ്റെ പുറകെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് സത്സംഗമാണെന്ന് പറഞ്ഞാൽ അപരാധമാവും. മനസ്സിലായി? ചിലപ്പോൾ ഒരു ഉദാഹരണം മതിയാവും. നിങ്ങൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ വിട്ട് വേറെ ഏതോ ലോകത്തേക്കൊക്കെ പോകും. പിന്നെ തിരിച്ചു വരുന്ന അടുത്ത ക്ലാസ്സിലായിരിക്കും. മനസ്സിലായി? ഇറങ്ങിപ്പോകുമ്പോൾ ചിലർ ഓടി വന്ന് ചോദിക്കും, ആ ഉദാഹരണത്തിൽ പറഞ്ഞത് ഉദാഹരണമല്ല ഇവിടെ പ്രശ്നം. ദൃഷ്ടാന്തം വസ്തുവിനെ ബോധ്യപ്പെടുത്താനാണ്. ഇത് ദൃഷ്ടാന്തത്തിനായി പ്രാധാന്യം. അത് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മഹത്വമാണെന്ന് പറയണോ? നിസ്സംഗത്വം. ആ നിസ്സംഗത്വം വരുന്നത് നിങ്ങളുടെ സത്ത്, എൻ്റെ സത്ത്, ലോക സത്ത് എന്നെല്ലാം പറയുന്ന ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അതിലേക്ക് ചേരുമ്പോൾ അനിത്യമായ ശരീരാദികളിലുള്ള ചേർച്ച നഷ്ടപ്പെടും. അമ്പത് കൊല്ലം ഒരു സ്വാമിയുടെ അടുക്കലിരുന്ന് പഠിച്ചിട്ട് ആകെ സ്വാമിയുടെ താടി ചരച്ചെടുത്ത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാനാണ് പഠിച്ചതെങ്കിൽ സ്വാമിയുടെ അടുക്ക പോകാതിരിക്കുകയായിരുന്നു നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അതാണ് സത്യം. അവിടെ നിസ്സംഗത വരുന്നില്ല. പിന്നെ വലിയൊരു ഗവേഷണമാണ് ഈ താടി രോമങ്ങൾ കേടുവരാതെ തൻ്റെ കാലത്തേക്ക് മാത്രമല്ല 50,000 കൊല്ലത്തേക്ക് സൂക്ഷിച്ചു വെച്ച് 50,000 കൊല്ലം കഴിഞ്ഞ് എൻ്റെ തലമുറയിലെ ഒരുത്തൻ ഇതും എഴുന്നള്ളിച്ച് കേരളത്തിലൂടെ നടന്ന് ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുക. നാണക്കേട. പിന്നെ ഗുണം കൂടി മസ്താ പറഞ്ഞ പോലെ പറയേണ്ടി വരും.
അത് പറഞ്ഞാൽ മലയാളത്തിൽ തെറിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തമിഴിലാവുമ്പോൾ അത് തെറിയല്ല. മസ്താൻ പാട്ടുകളിൽ ഇത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. മസ്താനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹാജി മസ്താനല്ല, അത് കേട്ടിട്ടുണ്ടാവും. കുന്നക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, തമിഴ്നാട്ടിൽ. അവിടെ ഒരു മസ്താൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ പേരുകേട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, ജീവചരിത്രമുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ ചിലതൊക്കെ പറയും. കാറയിലൊരു മുതലാളി വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അവൻ്റെ കാലിക്ക് രണ്ടും കുഷ്ഠമാണ്, അതുകൊണ്ടാണ് നടക്കാൻ മേലാത്തത്, ഭൂമിയിൽ ചവിട്ടാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അല്പം ഉശിരുണ്ടാവും. അങ്ങനെ ഒരാളുണ്ടായിരുന്നു കൊണ്ട്. അപ്പോൾ അനിത്യാദികളിൽ നിത്യമല്ലാത്തവയും ശ്രവണം ചെയ്യുമ്പോൾ അനിത്യാദികളിൽ നിത്യാദി ഖ്യാതി ഉള്ളത് കുറയാൻ തുടങ്ങും. ഒരനിത്യ വസ്തുവിലുള്ള നിത്യമാണെന്ന ഖ്യാതി പതുക്കെ അങ്ങ് മാറും. അറിയാതെ മാറുന്നത് കൊണ്ട് നല്ലതാണ്, ശ്രവണം കൊണ്ടുള്ളതാണ്, പ്രതിബന്ധനാശം കൊണ്ടാണ്. അപ്പോൾ നല്ല ബോധം വരികയും തദ്ഫലമായി ജ്ഞാനമുദിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല സാധകനായി തീരണം. ശ്രവണം ചെയ്യുക, അതാണ് ഒരു വഴി. എന്നാൽ ശ്രവണം ചെയ്യണമെങ്കിൽ തദർത്ഥം കാമത്തെ ശിഥിലമാക്കാൻ കഴിയണം. അവിദ്യ പോകുമ്പോൾ കാമം ശിഥിലമാകും. അതിന് നിത്യ അനിത്യ വസ്തു വിവേകം ചെയ്യണം. ഓരോന്നിനോടടുപ്പം തോന്നുമ്പോഴും നിത്യമോ എന്ന് ചോദിക്കണം. ഇത് നിത്യമോ അനിത്യമോ? പൊട്ടിപ്പിരിഞ്ഞു പോവും. കാമമങ്ങ് പിരിഞ്ഞു പോവും, പാല് പിരിയുന്ന പോലെ. കാമത്തിന് ശൈഥില്യം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിനുള്ള എളുപ്പവഴി വിവേക വിരാഗാദികളാണ്. അത് രണ്ടും വരും. അപ്പോൾ കാമം, അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇച്ഛ, ലോഭം ആദിയായവയെല്ലാം ശിഥിലമാവും. കാമം മാത്രമല്ല, നമ്മളെ പലപ്പോഴും അപകടത്തിലാക്കുന്നത് ഓരോന്നിലുള്ള നമ്മുടെ ഇച്ഛയാണ്. പന്മന ആശ്രമത്തിലേക്ക് വെറുതെ വന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മളെ കണ്ടാൽ അറിയാം, പരിചയമൊക്കെ ഉണ്ട്. വിളിച്ചു. അവിടെ അതിൻ്റെ മഠത്തിലെ ആളുകളും എൻ്റെ ബാക്കിയുള്ളവരും ഒക്കെ എന്തോ മീറ്റിങ്ങൊക്കെ കൂടുകയാണ്. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഇച്ഛ ഉണരാൻ തുടങ്ങും. വിളിച്ചയാൾ കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ ഇച്ഛ കയറും. പിന്നെ ഒരു അഭിപ്രായം നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇച്ഛയിൽ നിന്നൊരഭിപ്രായം പറയും. നമ്മളെ മാറ്റി വച്ചിട്ട് അവിടുത്തെ ആവശ്യത്തിനുള്ള അഭിപ്രായമല്ല, നമ്മുടെ ഇച്ഛയിൽ മെനഞ്ഞെടുത്തൊരു. അത് പിന്നെ അവർ നടപ്പാക്കിയില്ലെങ്കിൽ നമ്മൾ പിണങ്ങും. പിന്നെ നമുക്ക് പന്മന ആശ്രമവും പരിസരവും ഒന്ന് കുളം കുഴിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനക്കുറവ്. എന്നിട്ട് അവിടെ ഒന്ന് കുളിച്ചാലാണ് പിന്നെ നമുക്കൊരു സമാധാനം. Am I right?
നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും ഒരു പരിചയക്കാരനോ സ്നേഹിതനോ വിളിച്ചുകൊണ്ടിരുത്തിയാൽ അവരെന്തിനാണ് വിളിച്ചത്, നമുക്കതിനെക്കുറിച്ച് എന്തറിയാം, നമ്മൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്, നമുക്കെന്താണ് ഇവിടെ ഇച്ഛ എന്ന് ആലോചിച്ചിട്ട് വേണം വ്യക്തമായി അവർക്ക് ഗുണകരമായി അവിടുത്തെ സാഹചര്യത്തിനടങ്ങുമാറ് വേണം പറഞ്ഞു കൊടുക്കാൻ. പകരം നമ്മുടെ ഇച്ഛയിൽ ഇനിയും രൂപപ്പെടാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ പന്മനയാശ്രമത്തിലേക്ക് കാശുകൊണ്ട് നടത്തി നമുക്ക് ഒരു കാര്യം നടത്തി കാണാമെന്ന് വിചാരിച്ച് പറയരുത്. പറഞ്ഞാൽ മനസ്സിലായി? പക്ഷെ നമ്മളെയൊക്കെ വിളിച്ചാൽ നമ്മൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പറയുകയും അതവർ ചെയ്യാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിണങ്ങുകയും, ശരിയല്ല, അതിൽപ്പെട്ടവരെ ചെളിവാരി എറിയുകയും, പിന്നെ വളരെ സ്നേഹത്തിലാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയവൻ വന്ന് പറയുന്നത് തോളത്ത് തട്ടി, ക്ഷമിക്കണം, ഞാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് വിളിച്ചുകൊണ്ട് പോയത്, മറ്റവരൊക്കെ എതിരായതുകൊണ്ടാണ്, ഒന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്താൻ ചായ വാങ്ങിച്ചു തരാനൊക്കെ അയാൾ കിണഞ്ഞ് പരിശ്രമിക്കും. ഇതൊരു കഷ്ടമാണെന്നറിയോ? Am I right? ഇങ്ങനെയാണ് ലോകം മുഴുവൻ. ഇങ്ങനെയാണ് വിളിച്ചു കൊണ്ടുപോയി ബഹുമാനിച്ചിരുത്തി അവസാനം ഇതെല്ലാം പാരയായിത്തീരുക. വന്നിരിക്കുന്ന ആൾ മോശക്കാരനൊന്നുമല്ല, മാർക്കറ്റിങ്ങിലെ സ്പെഷ്യലിസ്റ്റാണ്, മാനേജ്മെൻറ്റ് ഗുരുവാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും വാശി കൂടും. എത്ര സ്ഥാനമാനം കൂടുന്നോ അതിനനുസരിച്ച് വാശി കൂടും. ലോകം അറിയുന്നതിനനുസരിച്ച് വാശി കൂടും. പിന്നെ ഞാൻ എത്ര പാടുപെട്ട അത് നടപ്പാക്കാനാക്കിയത്. പിന്നെ ഒരു പണിയേ ഉള്ളൂ, 2 മണിക്കൂറിന് മാനേജ്മെൻറ്റ് ഗുരുവിൻ്റെ ഒരു ദക്ഷിണയൊക്കെ അനുസരിച്ച് കൊടുത്ത് അങ്ങയുടെ അഭിപ്രായത്തെ ഞങ്ങൾ ഒന്നുകൂടൊന്ന് കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കൂടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ട് ഇനി ഒരിക്കലും ഈ ഏരിയയിൽ കൂടെ വരികയില്ലെന്ന് ഉറപ്പാക്കിയാൽ രക്ഷപ്പെടും. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതാ നടക്കുന്നത്. വിളിച്ചോണ്ട് വരും. ഇത് അവിദ്യാ കാമകർമ്മങ്ങളുടെ നിതാന്ത പ്രയാണമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് സദാ സ്ഫുരിക്കുന്ന തരംഗങ്ങൾ ഈ കാമങ്ങളുടെയാണ്, ഈ ഇഷ്ടങ്ങളുടെയാണ്, ഈ ഇച്ഛയുടെയാണ്, ഈ ലോഭങ്ങളുടെയാണ്. ഇതുകൊണ്ട് ജീവിത വിജയം ഉണ്ടാവില്ല. ഇവയാണ് ഗ്ലോബലൈസേഷനും പരിപാടിയൊക്കെ ആയിട്ട് വികസിച്ച് നിൽക്കുന്നത്. കുത്തുവാള എടുക്കാൻ അധികം നേരമൊന്നും വേണ്ട. മാനവചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് അടുപ്പിക്കുന്ന ആനന്ദപൂർവകമായ അനുഭൂതി ആവശ്യമെങ്കിൽ ഇവയെ ഒന്നൊന്നായി ഒഴിവാക്കണം, ക്രമമായി. അതിന് പടവുകളുണ്ട്. ആചാര്യന്മാരത് വളരെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് തന്നിട്ടുണ്ട്. നല്ലപോലെ വിവേകം ചെയ്ത് വൈരാഗ്യം വരാൻ തുടങ്ങും. അപ്പോൾ കാമവും ഇച്ഛയും ലോഭവും എല്ലാം ശിഥിലമാവും. ഇതറിയാതെ ജനങ്ങൾ സത്സംഗാദികളിൽ നിന്ന് അകന്നു കഴിയുന്നു. തിന്നുക, കുടിക്കുക, രമിക്കുക, ഇതിലൊക്കെ മാത്രമാണ്. വാങ്ങുക, ഓടുക, ചാടുക, വിൽക്കുക, ഇതിലൊക്കെ മാത്രമാണ് താല്പര്യം. മരണാസന്നനായാൽ ഇതുവരെ ചെയ്തതിൻ്റെയൊക്കെ അസമർത്ഥത കൊണ്ട് തിരസ്കൃതനായി ജീവൻ കഴിയേണ്ടി വരും. അപ്പം ചിലപ്പോൾ ചിന്തിച്ചു വരും. ആചാര്യ ശങ്കരൻ അത് പറയുന്നുണ്ട്. യാവത്
വിത്തോപാർജന സക്ത സ്ഥാവത് തന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹി വാർത്താം കോപിന പൃച്ഛതി ഗേഹി. ശങ്കരൻ വളരെ ഇതായിട്ടാണ് പറയുന്നത്. എന്നുവരെ വിത്തോപാർജനത്തിന് ശക്തിയുണ്ടോ അന്നുവരെ രാജാവിനെ പോലെ വീട്ടിൽ കഴിയും. വരുമാനം അങ്ങ് തീർന്നാൽ അതാണ് ഈ പഴയ കാലത്ത് നോക്കിയറിയാം. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മരിക്കുന്നിടം വരെ ഭാര്യയും പിള്ളേരും ഒക്കെ ചുറ്റും നിൽക്കും. ഈ കമ്പനി ഉദ്യോഗസ്ഥന്മാർ റിട്ടയറായി കഴിഞ്ഞാൽ ഭാര്യയും പിള്ളേരും പട്ടിയെപ്പോലെ നോക്കും. കാരണം അവന് പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. മനസ്സിലായില്ല? മറ്റത് ഈ പെൻഷനും കൂടെ ഉള്ളതുകൊണ്ട്, ഇപ്പം ചിലർ കയറുന്നതിനേക്കാൾ കൂടുതൽ ഇറങ്ങിയവന് പെൻഷൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെ അടുക്ക ചുറ്റും നിൽക്കും. മകൾ വരും, മകൻ വരും, തലചൊറിഞ്ഞ് നിൽക്കും, ആവശ്യം പറയാനാണ്. പക്ഷേ കാരണവരിതെല്ലാം മേടിച്ച് വെച്ചിട്ട് വിളവനായിട്ട് അത് മാത്രം പറയിപ്പിക്കാതെ വിടും. അടുത്ത ആഴ്ച വരാം, കണ്ണ് കാണിക്കും ഭർത്താവ്. ഇപ്പം മിണ്ടണ്ട, അച്ഛൻ്റെ മൂഡ് നല്ലതല്ല. കാരണം ഇയാൾ മകനും മകളും ഒക്കെ വന്നപ്പോൾ മേടിച്ചു വെക്കേണ്ടതൊക്കെ സന്തോഷത്തോടെ മേടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് ഒരുത്തനോട് സംസാരിച്ച വഴിയിൽ അങ്ങ് ചൂടായി. കാരണം അറിയാം മകനും മകളും ഒക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പങ്കനാണ്. ഈ ചൂടങ്ങ് കഴിയുമ്പോഴേക്ക് ഭർത്താവ് മകളോട് പറഞ്ഞു, എടീ ഇപ്പം മിണ്ടണ്ട, അച്ഛൻ്റെ മൂഡ് ശരിയല്ല, മൂഡ് ശരിയാകുമ്പോൾ നമുക്ക് വരാം. മകനോട് മകൻ്റെ ഭാര്യയും പറഞ്ഞു, നീ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല മനുഷ്യ, നോക്കണം അച്ഛൻ ചൂടിലാണ്, പിന്നൊരു ദിവസം വരാം. പോവും. അടുത്ത ആഴ്ച വീണ്ടും ഇതിലും വലിയ കണ്ടുകാഴ്ചയായിട്ട് വരും. അതും ഒക്കെ അച്ഛൻ മേടിച്ചു വെക്കും. ഇതുപോലൊരു ചൂടാവും. അപ്പോൾ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞുമില്ല, സാധനമൊക്കെ ഇങ്ങി പോരുകയും ചെയ്യും. ഇങ്ങനെ ചില അച്ഛന്മാരുണ്ട്, പെൻഷനുള്ള. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നില്ല, നിങ്ങൾക്ക് ഇത്രയും കളിക്കാനൊന്നും അറിയുമെന്ന് തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്, ധനമാണ് അവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ വിചാരം തന്നെയില്ല. സജ്ജനങ്ങൾക്ക് തന്നെയാണ് ഇത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആലോചിക്കും ആൾ. സമയം എന്തായി? 12:45. എത്രയായി? 36 നോക്കാം. അപ്പോൾ അവിദ്യ ശിഥിലമായാൽ, വൈരാഗ്യം വന്നാൽ, വാർദ്ധക്യത്തിലാണ് പലർക്കും വൈരാഗ്യം വരുന്നത്. കാരണം ഇത്രയും കാലമൊക്കെ ഈ സമ്പാദിച്ചതൊന്നും തനിക്ക് ആനന്ദമൊന്നും തന്നില്ല എന്ന് മനസ്സിലാകുന്നത് വാർദ്ധക്യത്തിലാണ്. അപ്പോൾ അവിദ്യ ശിഥിലമാവാൻ തുടങ്ങും. അതോടുകൂടി പുണ്യപാപങ്ങളിൽ നിന്ന് ഉപരതി ഉണ്ടാവും. അതുകൊണ്ട് കാമം ശിഥിലമാവും. അങ്ങനെ കുറേ പേർക്ക് വാർദ്ധക്യത്തിലും കാമം ശിഥിലമാവും. സപ്തർഷികൾ വാൽമീകിയോട് ഇതാ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ഭാര്യയ്ക്കും പിള്ളേർക്കും വേണ്ടിയാ പിടിച്ചു പറിക്കുന്നതെന്നാണ് പറഞ്ഞത്. പ്രിയം ഹേതുവായി ആളുകൾ എന്തും ചെയ്യും. വാൽമീകി എന്നത് ഒരു നിഷാദനല്ല. വാൽമീകി എന്നത് പ്രിയം ഹേതുവായി ആർക്കു വേണ്ടിയും ചെയ്യാനിറങ്ങുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന കൊള്ളക്കാരാണ്. നമ്മളൊക്കെ പിടിച്ചുപറിയാണ് നടത്തുന്നത്. നമ്മുടെ ഒരു നേരത്തെ ആഹാരത്തിനല്ല പിടിച്ചുപറി നടത്തുന്നത്, ആർക്കൊക്കെയോ ആരെയൊക്കെയോ രക്ഷിക്കാനാണ്. വീട്ടിൽ കൊണ്ടുപോയി ഇത് ഭിത്തിക്കകത്ത് വെക്കുക,
കുഴികുത്തി അതിനകത്ത് സൂക്ഷിക്കുക, ബാങ്കിൽ കൊണ്ട് സൂക്ഷിക്കുക, ഇതൊക്കെ ചെയ്യും. ചെയ്തിട്ടൊരു ദിവസം പോകും. ഇത് മക്കളും ചിലപ്പോൾ അനുഭവിക്കില്ല. വലിയ സ്വർണ്ണക്കടക്കാരുടെയൊക്കെ വീടിൻ്റെ ഭിത്തിക്കകത്തൊക്കെ ഉണ്ടാവും. തന്ത മരിച്ചു കഴിഞ്ഞ് തന്തയുടെ ശവസംസ്കാരം കഴിഞ്ഞാൽ മക്കൾ ഇത് വയ്ക്കും. മേടിക്കുന്ന ഭൂമാഫിയക്കാരൻ ഇത് പൊളിക്കും. അപ്പോൾ അവൻ ഇതിൽ നിന്ന് സാധനം കിട്ടും. കാരണം ഇയാൾ സമ്പാദിച്ചത് അനുഭവിക്കാനുള്ള യോഗം അവനാണ്. വലിയ തറവാടുകളൊക്കെ ഉണ്ടാകും, അതിൻ്റെ തൂണിനകത്തൊക്കെ ഉണ്ടാവും. 100,000 തൂണ് പൊളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും തൻ്റെ വീട്ടിലെ തൂണിൽ ഒന്നും കാണില്ല എന്ന് വിചാരിച്ച് വിൽക്കും. പൊളിച്ചാൽ കാശ് കുറയുമല്ലോ എന്ന് വിചാരിച്ച്. അത് അനുഭവിക്കാനുള്ള യോഗം മറ്റുള്ളവർക്ക് കണ്ടിട്ടില്ല. ജീവിതം മുഴുവൻ ഇങ്ങനെയാണ്. ഇതിനൊക്കെ ഈ പിടിച്ചുപറിയും വഴക്കുമൊക്കെ നടത്തി പോകുന്നത് നമ്മൾ തന്നെയാണ് കാട്ടാളന്മാർ. രാമായണത്തിൽ നമ്മളെ നോക്കിയാണ് ഉപദേശിച്ചത്. ഉണ്ട്. ഇത് അതും ഇല്ലാതെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കാമം ശിഥിലമാവും, അവിദ്യ ശിഥിലമാവാൻ തുടങ്ങും. പുണ്യപാപങ്ങളിൽ നിന്ന് ഉപരാമം വരും. സപ്തർഷികൾ വാൽമീകിയോട് പറഞ്ഞത് ഇതാണ്. വീട്ടിൽ ചെന്ന് അവരോടൊന്ന് ചോദിക്കാൻ, തൻ്റെ പാപത്തിൻ്റെ പങ്ക് അവരേൽക്കുമോ എന്ന്. അദ്ദേഹത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടി. ഞങ്ങളെന്തിന് പാപത്തിൻ്റെ പങ്ക് പറ്റണം? കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. നിങ്ങൾ പാപം ചെയ്തോ ചെയ്തില്ലയോ ഒന്നും അറിയില്ല. നിങ്ങളെങ്ങനെയും ധനം കൊണ്ടുവന്നിരിക്കാം. ധനം മാത്രമാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഞങ്ങളതിൽ പാപമൊന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ധനം അനുഭവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ നിങ്ങളതിൻ്റെ പാപം അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഞങ്ങൾ പിടിച്ചു പറിക്കാൻ വന്നോ? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞോ പിടിച്ചു പറിക്കാൻ? ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് ചിലത് കൊണ്ടുതരണം. നിങ്ങൾ പിടിച്ചു പറിച്ചു കൊണ്ടു തന്നു. ഞങ്ങൾ കാരണമാണ്. എല്ലാ ഭാര്യയും പിള്ളേരും ഒക്കെ ചോദിക്കുന്നതാണ്. ഇപ്പം പിന്നെ ഭാര്യയും പിള്ളേരും മാത്രമല്ല, ചിലയിടത്ത് ഭാര്യയാണ് ഇതൊക്കെ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നത്. ഭർത്താവും ചോദിക്കുന്നത് ഇതാണ്. ഇപ്പം പുരുഷനെ പോലെ ആകാൻ ശ്രമിച്ച് ഇപ്പം പിടിച്ചു പറിക്കാൻ പോകുന്നത് പലപ്പോഴും സ്ത്രീയാണ്. പുരുഷൻ വീട്ടിൽ കൊച്ചിനെ നോക്കിയിരിക്കുക. ഇനി വാൽമീകിയല്ല, വാൽമീകിനിയോട് ചോദിക്കുന്ന കാലം. ശരിയല്ല? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അവിടെ പോയി ഇതെല്ലാം ഉണ്ടാക്കാൻ? ഇത് നീ അനുഭവിച്ചു തീർക്കണോ, അല്ല ഞാനെന്ത് ചെയ്യാനാ എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയരുത്. വാൽമീകി ചെയ്തത് അയാൾക്ക് വേണ്ടിയാണ്. പാവം അവിടെ സമാപ്തമായി, പുണ്യാത്മാവായി. എന്താ പറ്റിയേ? ചൂട് കാരണമായിരിക്കും. ഒന്ന് പയ്യെ എഴുന്നേൽപ്പിച്ച് അപ്പുറത്തേക്ക് കിടത്തി ഇച്ചിരി വെള്ളം തളിച്ചാൽ മതി. മുഖത്തൊരു ഇച്ചിരി വെള്ളം തളിച്ചു, നല്ല എഴുന്നേൽപ്പ്. നല്ല ഒന്ന് എഴുന്നേൽക്കാൻ പറ. ചൂടുണ്ടാവും നല്ല. അപ്പോൾ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിലാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കുറച്ച് വെള്ളം കുടിക്കാനൂടെ കൊടു. കുറച്ച് വെള്ളം കുടിക്കാനൂടെ കൊടു. കൽക്കണ്ടവും തേനും ചേർത്ത് ഓരോ